നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കൃപാലുവായ ദൈവം നമുക്ക് നല്ല അവസരത്തെ ഒരുക്കി. കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായി നാം ക്രൂശിൻ്റെ ശത്രുക്കൾ എന്നൊരു വിഷയം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ തികച്ചും അവിചാരിതമായി മറ്റ് ചില വിഷയങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിഞ്ഞു. അതുപോലെ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് നമ്മുടെ നാട്ടിൽ നടന്ന ചില കാര്യങ്ങളൊക്കെയായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പെന്തക്കോസ്തും ന്യൂ ജനറേഷൻ പെന്തിക്കോസ്തും എന്ന ഒരു വിഷയം. അത് 2-3 ആഴ്ച കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറഞ്ഞു പോയെങ്കിലും ആ കാര്യത്തെ ഒരു പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞില്ല. ഇന്നും അതിൻ്റെ തുടർച്ച തന്നെയാണ് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്നും അത് പൂർത്തീകരിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ കുറേ അധികം കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം പറഞ്ഞ് പൂർത്തീകരിക്കാനുള്ള സാവകാശം ഇന്നും കൈവരുമെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു തുടങ്ങിയത് പെന്തക്കോസ്തും ന്യൂ ജനറേഷൻ പെന്തിക്കോസ്തും തമ്മിലുള്ള അന്തരങ്ങളാണ്. തമ്മിൽ ഒരു ചേർച്ചയുമില്ലാത്ത പല കാര്യങ്ങളും ദൈവവചനത്തിൻ്റെ പിൻബലത്തിൽ നമ്മൾ സ്ഥാപിക്കുകയായിരുന്നു. അതിനായിട്ട് നമ്മൾ പല കാര്യങ്ങളും മുൻപിൽ കൊണ്ടുവന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു 2-3 കാര്യങ്ങളുണ്ടല്ലോ. തുടക്കത്തിൽ നമ്മൾ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 5 മുതൽ താഴേക്കുള്ള വാക്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ കമ്മീഷൻ ചെയ്ത് പറഞ്ഞയക്കുന്ന ഒരു കാര്യം പറഞ്ഞു. അതായത് 3 വർഷക്കാലത്തെ ആ ശുശ്രൂഷയുടെ തുടക്ക സമയത്ത് അവരെ കമ്മീഷൻ ചെയ്ത് പറഞ്ഞയക്കുന്ന കാര്യമാണ്. ആ സമയത്ത് അവരോട് പറഞ്ഞത്, ജാതികളുടെ പട്ടണത്തിൽ കടക്കരുത്, പിന്നെ ശമര്യരുടെ അടുക്കലൊന്നും പോകണ്ട, യഹൂദന്മാരുടെ ഇടയിലേക്ക് മാത്രം പോവുക, അതായത് കാണാതെ പോയ ആടുകളെ തേടി പോവുക, അവിടെ ചെന്ന് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ഘോഷിക്കുക, അതുപോലെ എൻ്റെ നാമനിമിത്തം നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുക, രോഗികളെ സൗഖ്യമാക്കുക, മരിച്ചവരെ ഉയർപ്പിക്കുക ഇത്യാദി കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരെ പറഞ്ഞയച്ചു. വഴിയിൽ പൊക്കണമോ വടിയോ ഒന്നുമില്ലാതെയാണ് പറഞ്ഞയക്കുന്നത്. അവർ പോയി ആ ശുശ്രൂഷയൊക്കെ നിവർത്തിച്ച് മടങ്ങി ദൈവസന്നിധിയിൽ വന്ന് സന്തോഷത്തോടെ കാര്യങ്ങളെ അവതരിപ്പിച്ചു. ആ കാര്യം ശുശ്രൂഷയുടെ തുടക്ക സമയത്താണെന്ന് നമ്മൾ പറഞ്ഞു. അതേസമയം മത്തായി 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവരെ പറഞ്ഞയക്കുന്നത്, അതിന് ഗ്രേറ്റ് കമ്മീഷനിങ് എന്നാണ് പറയുന്നത്. ആ ഗ്രേറ്റ് കമ്മീഷനോടുള്ള ബന്ധത്തിൽ അവർ ഭൂതലത്തിൽ എമ്പാടും കടന്നുപോയി ദൈവരാജ്യം സ്ഥാപിക്കുകയായിരുന്നു. അതായത് ഭാവികളായ മനുഷ്യരുടെ ഉള്ളിൽ ദൈവരാജ്യം സ്ഥാപിച്ചുകൊണ്ട് യേശു ക്രിസ്തു അവരുടെ ഉള്ളിൽ രാജാതിരാജാവായി ജീവിക്കുക, ഭരിക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു നിലയിലേക്ക് ഓരോരുത്തരെയും കൊണ്ടുവരിക. അങ്ങനെ അവരെ ദൈവരാജ്യത്തേക്ക് കൊണ്ടുവന്ന് അഭ്യസിപ്പിക്കുക, ഗുരുവിനെ പോലെ ആക്കി തീർക്കുക, ക്രിസ്തുവിൻ്റെ അതേ പ്രതിമയിലേക്ക് അവരെ കൊണ്ടുവരിക, അവരെ ആ തികവിലേക്ക് നടത്തുക. അതിനുവേണ്ടി പ്രസവവേദനപ്പെടുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് പൗലോസ്ലീഹ പറയുന്നത്. പ്രസവവേദനപ്പെടുക. അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിലല്ല, രക്ഷയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവരിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവവും ക്രിസ്തുവിൻ്റെ ഛായയും അതെല്ലാം വെളിപ്പെട്ട് വരേണ്ടതിന് വേണ്ടി ശുശ്രൂഷയിൽ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ മത്തായി 10-ഉം മത്തായി 28-ഉം തമ്മിലുള്ള അന്തരം നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേർക്കും അറിയാവുന്നതായിരുന്നെങ്കിൽ തന്നെയും ഞാൻ ആ കാര്യം വീണ്ടും സമർത്ഥിക്കാൻ ശ്രമിച്ചത് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇത് കേൾക്കാത്ത ഒത്തിരി പേരുണ്ടാകും, അവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ പറയുന്ന ഈ മത്തായി 10-ൽ അവർ ഈ ആത്മനിറവിൻ്റെ അനുഭവത്തിലേക്കോ ഉയരത്തിലെ ശക്തി പ്രാപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. യേശുവിൻ്റെ നാമത്തിൽ കടന്നുപോയി ആ കാര്യങ്ങളെ ചെയ്തു. ആ കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം ഇല്ലെന്ന് നമ്മൾ പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ടും ആളുകൾ പിന്നെയും ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. താങ്കൾ എത്ര മരിച്ചവരെ ഉയർപ്പിച്ചു? താങ്കൾ എത്ര രോഗികളെ സൗഖ്യമാക്കി? താങ്കൾ എത്ര അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിച്ചാൽ വരുന്നത്. താങ്കൾ ചെങ്കടലിൽ വളർത്തിയോ? പിന്നെ സൂയസ് കനാൽ വെട്ടിയോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ആളുകളോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. വളരെ കൃത്യമായിട്ടാണ് നമ്മൾ 2 ചാപ്റ്റർ മുൻനിർത്തിയിട്ട് പറഞ്ഞത്. ശുശ്രൂഷകളിൽ വരുന്ന മാറ്റങ്ങൾ, അതിൽ വരുന്ന അപ്ഡേഷൻസ്, ഇതൊന്നും മനസ്സിലാകുന്നില്ല ഈ ന്യൂജൻകാർക്കും. പിന്നത്തേതിൽ പെന്തക്കോസ്തു വിട്ട് ന്യൂ ജനറേഷനിൽ പോയവർക്കും. ന്യൂജൻകാരെയൊക്കെ പിന്നെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കേസ് എന്ന് പറയുന്നത് ഈ പെന്തക്കോസ്ത് അനുഭവത്തിൽ നിന്ന് ന്യൂ ജനറേഷനിലേക്ക് കുടിയേറിയ ഒത്തിരി പേരുണ്ട്, കുടിയേറ്റക്കാർ. അങ്ങനത്തെ കുടിയേറ്റക്കാരാണ് വർദ്ധിത വീര്യത്തോടും ദേഷ്യത്തോടും ഒക്കെ വന്ന് ഭയങ്കരമായി പല ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അതിൽ ചിലരൊക്കെ വാടാ പോടാന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അവരെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അവർ ഈ തിരുവല്ല പട്ടണത്തിൻ്റെ പടിഞ്ഞാറ് സൈഡിലും അതുപോലെ
അതിൻ്റെ കിഴക്ക് സൈഡിലും, അതായത് റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ, ആ ഭാഗത്തൊക്കെ ചില അതിപുരാതന പെന്തിക്കോസ്ത് നാമധേയമുള്ള, എന്നാൽ അവർ ശരിക്കും ന്യൂ ജനറേഷൻകാരാണ്. പേര് അവിടെ 3 അക്ഷരത്തിലുണ്ട്. അതിപുരാതനമായ നിയോൺ ബൾബൊക്കെ ഇട്ടാണ് വെച്ചിരിക്കുന്നത്. അവരുടെ ശുശ്രൂഷകരും അവിടുത്തെ ബഹുഭൂരിപക്ഷം വിശ്വാസികളൊക്കെ പക്ക ന്യൂ ജനറേഷൻകാരാണ്. അവർ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ കമൻറ്റ് സെക്ഷനിലാകട്ടെ അല്ലാത്ത സെക്ഷനിലാകട്ടെ വന്ന് ചോദിക്കുന്നത്, ഒരു ശുശ്രൂഷകനോട് ചോദിക്കുന്ന രീതികളാണ് എടാ വാടാ പോടാ എന്നുള്ള രീതികൾ. ന്യൂജൻകാർ അത്രയും അങ്ങ് പോയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു, പറയുമായിരിക്കാം. പക്ഷേ ഈ കുടിയേറ്റക്കാരെ സംബന്ധിച്ച് അവർക്ക് മുന്നും പിന്നും ഒന്നുമില്ല. അവർ വർദ്ധിത വീര്യത്തോടെ സംസാരിക്കും. നമ്മളെന്താ പറഞ്ഞു വന്നത്? അതായത് ആത്യന്തികമായ ദൈവിക ലക്ഷ്യങ്ങളെക്കുറിച്ചാണ്. മത്തായി 10 പറയുന്ന കാര്യങ്ങൾക്ക് ഒരു പ്രാധാന്യമില്ലെന്ന് പറഞ്ഞാൽ പ്രാധാന്യമില്ല. അതൊക്കെ വീട് പണിയുന്നതിൻ്റെ കൂട്ടത്തിൽ കാർ പോർച്ചും മറ്റ് ടോയ്ലറ്റും മറ്റും ഒക്കെ പണിയുന്നത് പോലെ മാത്രമേ ഉള്ളൂ. പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറയുന്നത് ഉയരത്തിലെ ശക്തിയാൽ ദൈവരാജ്യം ഘോഷിക്കുക എന്നുള്ളതാണ്, സുവിശേഷം അറിയിക്കുക. അപ്പോൾ അങ്ങനെ സുവിശേഷം അറിയിച്ച ആളുകളെ ദൈവരാജ്യത്തിൽ കൊണ്ടുവന്ന് അവരെ യോഗ്യരാക്കുക. അതായത് അതിന് പുതിയ നിയമത്തിൻ്റെ ഭാഷ എങ്ങനെയാണ്? അവരെ ശിഷ്യരാക്കുക, ശിഷ്യത്വത്തിൻ്റെ പടവുകൾ ചവിട്ടിക്കയറാൻ അവരെ പ്രാപ്തരാക്കുക. അതാണ് പുതിയ നിയമ ശുശ്രൂഷ. ആ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടന്ന പലരെയും ദൈവരാജ്യത്തിൽ കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് അവസരം നൽകി. ആശ്ചര്യമായി മരിച്ചുപോയവരെ ഉയർപ്പിച്ചിട്ടില്ല. അങ്ങനെ ഉയർപ്പിച്ച ദൈവദാസന്മാരുടെ കൂട്ടത്തിലും ഞാൻ സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ പ്രാധാന്യം ഞാൻ കൊടുക്കുന്നത് ഇങ്ങനെ ആത്മീയമായി മരിച്ചു കിടന്ന ആളുകളെ തട്ടി ഉണർത്തി ദൈവരാജ്യത്തിൽ കൊണ്ടുവന്ന ആ ഒരു ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു എന്നതിലാണ് ഞാൻ കൃതാർത്ഥനാകുന്നത്. അതുപോലെ തന്നെ പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്ന് മൃതപ്രായരായി പോയ ഒത്തിരി പേരുണ്ട്. അതായത് ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനുണ്ട്, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെ ഊർദ്ധശ്വാസം വലിച്ചു നടന്ന അനേക പെന്തക്കോസ്തുകാർക്ക് ജീവൻ കൊടുക്കാൻ, അതായത് എൻ്റെ കയ്യിൽ ജീവൻ ഇരിപ്പുണ്ടെന്നല്ല, അവരെ ആ ജീവങ്കിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അപ്പം ഇതിനോടുള്ള ബന്ധത്തിൽ ഈ പല സഹോദരന്മാരും അവർ ഷടിക്കുന്ന ഷാഢ്യങ്ങൾ എന്താ? താങ്കൾ എത്ര അത്ഭുതം ചെയ്തു, അതിൻ്റെ എണ്ണമാണ് അവർക്ക് വേണ്ടത്. പിന്നെ താങ്കൾ ചെങ്കടൽ പുറത്തിയോ എന്നൊക്കെ ചോദിച്ചല്ലോ. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഇവരെ ചോദിക്കാൻ പ്രേരിപ്പിച്ചത് ബൈബിളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ഇവിടങ്ങളിലുണ്ട്. അത് ക്രോഡീകരിച്ച് പഠിക്കാനും അതിൻ്റെ ക്രമത്തിൽ അത് മനസ്സിലാക്കാനും ഇവർക്ക് കഴിയുന്നില്ല. അതായത് ആ 3 വർഷത്തെ ശുശ്രൂഷയിൽ ശിഷ്യന്മാരുടെ വിശ്വാസം ഉറപ്പിക്കാൻ പാകത്തിന് അവരെ പറഞ്ഞയക്കുകയാണ്. 2 കൈയും വീശി പോകുന്നു എന്ന് പറഞ്ഞതുപോലെ അവരെ അങ്ങനെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അവർ കടന്നുപോയ സ്ഥലങ്ങളിലൊക്കെ ദൈവരാജ്യം സമീപിച്ചെന്ന് ഘോഷിച്ചുകൊണ്ടിരുന്നു. അവിടുത്തെ പ്രധാന കാര്യം പറയുന്നത് ശ്രദ്ധിക്കുക, അവരുടെ വിശ്വാസം വർദ്ധിക്കണം, അവരിലുള്ള ദൈവാശ്രയം, ആ കാര്യത്തിൽ അവർക്കൊരു ധൈര്യം ലഭിക്കണം. എന്നാൽ അതേ ശിഷ്യന്മാരോടാണ് പറഞ്ഞത്, ഈ പറയപ്പെടുന്ന ശുശ്രൂഷയ്ക്ക്, ദൈവരാജ്യ സ്ഥാപനം, സഭയുടെ പണി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകാൻ നിങ്ങൾ പ്രാപ്തരായിട്ടില്ല. അത് ചെയ്യണമെങ്കിൽ ഉയരത്തിലെ ശക്തി പ്രാപിക്കണം. ഇതുവരെ നിങ്ങൾ ഭൂതങ്ങളെയാണ് പുറത്താക്കിയത്. യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളൊക്കെ പുറത്താക്കും. എന്നാൽ ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് ഗംഭീര ശുശ്രൂഷയാണ്. അത് വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാര ലോകത്തിൻ്റെ അധിപതികളെയൊക്കെ കാൽക്കീഴിലിട്ടുകൊണ്ട്, അതായത് ബലവാനെ പിടിച്ച് കെട്ടുന്നൊരു ശുശ്രൂഷ. ആ ശുശ്രൂഷയിലേക്ക് കടന്നുപോയി ജനത്തെ വിടുവിച്ചുകൊണ്ട് വരണം. കെട്ടപ്പെട്ട ആടുകളെ അഴിച്ചുകൊണ്ട് വരണം. അതായത് ഗുരുവിന് ആവശ്യമുള്ള ആടുകൾ, അതിനെയൊക്കെ അഴിച്ചുകൊണ്ട് വരണം. അഴിക്കേണ്ടതിനെയല്ല അഴിച്ചുകൊണ്ട് വരണം. അതുപോലെ ശത്രുവിൻ്റെ പാളയത്തിൽ കിടക്കുന്ന കല്ലുകളെ, കാട്ടുകല്ലുകളെ ബലമായി പിടിച്ചെടുത്തുകൊണ്ട് വരണം. അതാണ് പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു ശുശ്രൂഷയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അപ്പോസ്തലന്മാരുടെ കാലത്തുണ്ടായിരുന്നല്ലോ, നിങ്ങളുടെ കാലത്ത് എന്താ ഇല്ലാത്തത്? നിങ്ങളെന്താ അങ്ങനെ ചെയ്യാത്തത്? നൈജീരിയയിൽ അങ്ങനെയുണ്ടല്ലോ, ആഫ്രിക്കയിൽ ഇന്ന സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ, നിങ്ങളെന്താ അങ്ങനെയൊക്കെ ചെയ്യാത്തതെന്നാണ് ചില പെന്തിക്കോസ് ചോദിക്കുന്നത്. അതിന് ആ സഹോദരങ്ങളോട് മറുപടി പറയട്ടെ, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലൊന്നും അല്ല ആളുകളെ ദൈവരാജ്യത്തിൽ കൊണ്ടുവരുന്നത്. അതിനുവേണ്ടിയല്ല അത്ഭുതം അടയാളമൊക്കെ ചെയ്യുന്നത്. അന്ന് അപ്പോസ്തലന്മാർ ശുശ്രൂഷിച്ചിരുന്നത് പഴയ നിയമ പുസ്തകമായ തിരുവെഴുത്തുകളിൽ നിന്നാണ് അവർ ദൈവരാജ്യം ഘോഷിച്ചത്. അതിന് സപ്പോർട്ട് ചെയ്യാൻ പാകത്തിന് അവരെടുക്കുന്നത് പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളെയാണ്. പിന്നെ വാമൊഴിയായി ലഭിക്കപ്പെട്ട കാര്യങ്ങളും അവർ കൈമാറുകയാണ്, ജനത്തിന് മുമ്പാകെ അത് ഘോഷിക്കുകയാണ്. അങ്ങനെ അത് ഘോഷിക്കുമ്പോൾ ഇവർ ദൈവത്താൽ അയക്കപ്പെട്ടവരാണ്, ഇവരുടെ പിന്നിലൊരു അതോറിറ്റി ഉണ്ട്, ഇവർ പറയുന്നത് ജീവൻ്റെ വചനങ്ങളാണ് എന്ന് സ്ഥാപിക്കുമാറ്, എന്ന് ഉറപ്പിക്കുമാറ് അവരുടെ കയ്യാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി.
അന്നത്തെ കാലത്ത് എഫെസോസി വന്നപ്പോൾ പൗലോസിൻ്റെ ശുശ്രൂഷയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നു. അതേ കാര്യങ്ങൾ ഇന്നും അങ്ങനെ തന്നെ നടക്കണമെന്ന് നമ്മൾ ശാഠ്യം പിടിക്കാൻ പാടില്ല. ഈ അടുത്ത കാലത്ത് ഓർത്തഡോക്സിലെ ഒരു പുരോഹിതൻ എന്നോട് വലിയ ചോദ്യങ്ങളുമായി വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു മർക്കോസ് 16:15 മുതൽ താഴേക്കുള്ള 1-2 വാക്യങ്ങൾ. അതായത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടുമെന്നുള്ള ആ വാക്യത്തെ അദ്ദേഹം കോട്ടി മാറ്റാനായിട്ട് ഉപയോഗിച്ചത് അതിന് താഴെയുള്ള വാക്യങ്ങളാണ്. അതായത് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കും, അവർ സർപ്പങ്ങളെ പിടിച്ചെടുക്കും, അതായത് ഏത് വിഷം കുടിച്ചാലും മരണകരമായ എന്ത് കുടിച്ചാലും അവർക്കൊന്നും സംഭവിക്കില്ല, അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെയുണ്ട്. അപ്പോൾ അച്ഛൻ ചോദിക്കുന്ന ചോദ്യം, വിശ്വാസത്താലാണ് നീതീകരണമെന്ന് നിങ്ങൾ ശഠിക്കുന്നു, വിശ്വാസ സ്നാനത്തിനിറങ്ങണമെന്ന് ശഠിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിനോട് ചേർത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് ടിക് 20 കുടിക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ടാണ് പനാമർ, അങ്ങനെ കണ്ട ആ സാധനത്തിൻ്റെ പേര്, അതൊന്നും നിങ്ങൾ എന്തുകൊണ്ട് കുടിക്കുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. അതായത് നമ്മളെ കൊണ്ട് കുടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതിന് കൃത്യമായ മറുപടി അച്ഛന് കൊടുത്തു. അച്ഛൻ്റെ അതേ സ്പിരിറ്റാണ് ന്യൂ ജനറേഷൻ പെന്തിക്കോസ്തുകാർക്കും. അച്ഛൻ ചോദിക്കുന്നത്, മിസ്റ്റർ പാസ്റ്റർ, താങ്കൾ എന്താണ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാത്തത്? ഇവരും ചോദിക്കുന്ന അതാണ്, നിങ്ങൾ എന്താണ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാത്തത്? നിങ്ങൾ ഈ വർത്തമാനം മാത്രമല്ലേ ഉള്ളൂ, നിങ്ങൾ ഈ പ്രസംഗം മാത്രമല്ലേ, നിങ്ങളുടെ വിശ്വാസം എന്താ? പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ ചിലരെയൊക്കെ രക്ഷിക്കാൻ കഴിയുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങളങ്ങനെയല്ല, ഞങ്ങൾക്ക് എപ്പോഴും പുതുമകൾ വേണം, അത്ഭുതങ്ങളും അടയാളങ്ങളും വേണം. അതാണ് ഞങ്ങളുടെ പെന്തിക്കോസ്, അതാണ് ന്യൂ ജനറേഷൻ പെന്തിക്കോസ്ത്. അവർ പറഞ്ഞത് വാസ്തവം തന്നെയാണ്. പക്ഷേ ഈ അച്ഛന് കൊടുത്ത മറുപടി എന്താ? അച്ഛന് കൊടുത്തത്, അച്ഛൻ നമുക്ക് അവിടെ നിൽക്കണ്ട, നമുക്ക് ഇനിയും താഴേക്ക് പോവാം. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ അച്ഛൻ പറഞ്ഞ ഈ 17-ാം വാക്യത്തിൽ നിൽക്കണ്ട, നമുക്ക് താഴേക്ക് പോവാം. അതിൻ്റെ 18, 19, 20 എടുക്കാം. ഏറ്റവും അവസാനത്തെ 2 വാക്യം എടുക്കാം. ഏറ്റവും അവസാനത്തെ 2 വാക്യം അതൊന്ന് വായിച്ചേ. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. കേട്ടല്ലോ സഹോദരങ്ങളെ, വളരെ സ്പഷ്ടമായിട്ട് എഴുതിയിരിക്കുകയാണ്. ഓർത്തഡോക്സിലെ അച്ഛന് മാത്രമല്ല, കാതോലിക്കും പാത്രിയാർക്കീസിനും ഒക്കെ നമ്മൾ കൊടുക്കുന്ന മറുപടിയാണ് ഈ മറുപടി. അത് തന്നെയാണ് ന്യൂ ജനറേഷൻ പെന്തിക്കോസ്തിനും കൊടുക്കുന്നത്. കണ്ണടഞ്ഞു പോയ പെന്തിക്കോസിനുള്ള മറുപടി അതാണ്. ഇപ്പോൾ ചെങ്കടൽ പിളർക്കാനോ യോർദാൻ മുറിക്കാനോ ഒന്നും ഇപ്പോൾ നമുക്ക് സാവകാശമില്ല. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ശക്തിയോടെ ദൈവരാജ്യം ഘോഷിക്കുക, സത്യവചനം ഘോഷിക്കുക, അങ്ങനെ കേൾവിക്കാരെ വിശ്വാസത്തിൻ്റെ വഴിയിലേക്ക് നടത്തുക, അതാണ്. പക്ഷേ ഈ വായിച്ചത് എന്താ? ടിക് 20 കുടിക്കാനും അതുപോലെ മറ്റേ ഇതൊക്കെ കുടിക്കാനാണോ ഇപ്പോൾ വായിച്ചതിൻ്റെ അർത്ഥം? അതായത് അവരാൽ നടന്ന അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും വചനത്തെ ഉറപ്പിച്ചെന്നാണ് പറയുന്നത്. അപ്പോസ്തലന്മാരുടെ കയ്യാൽ നടന്ന ഒരു കാര്യവും ജനത്തെ ദൈവരാജ്യത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടി ചെയ്തതല്ല. ദൈവരാജ്യ പ്രവേശനം എന്ന് പറയുന്നത് സുവിശേഷ ഘോഷണത്തിലൂടെ മാത്രമാണ്. ഇത് മനസ്സിലാകാത്ത ധാരാളം പാസ്റ്റേഴ്സ് ഉണ്ട് ഇന്നും. പാസ്റ്റർമാരെന്ന് പറയുന്നവരിൽ വലിയ പങ്കിന് ഇങ്ങനെയുള്ള കാര്യം ക്ലിക്കായിട്ടില്ല. അതുകൊണ്ട് ഈ ന്യൂജന്മാരുടെ ആശയങ്ങളോട് അവർ യോജിക്കും. ചിലപ്പോൾ അവർ പറഞ്ഞാൽ ന്യായമുണ്ടല്ലോ എന്നൊക്കെ, അങ്ങനെ വാക്യമുണ്ടല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. നോക്കണം, വചനത്തെ ഉറപ്പിക്കുകയാണ് അന്ന്. ഇന്നങ്ങനെ വചനത്തെ ഉറപ്പിക്കേണ്ട സാഹചര്യം മലയാളക്കരയിലില്ല. അത് ഉറച്ചതാണ് അല്ലേ? എഴുതപ്പെട്ട വചനം കയ്യിൽ അച്ചടിച്ച് കിട്ടിയിട്ട് കൊല്ലം 100ആയി. അതുപോലെ ആ വചനം ഘോഷിച്ചു തുടങ്ങിയിട്ട് കാലങ്ങൾ ഒത്തിരിയായി. എന്നാൽ നമ്മൾ പുതിയ നിയമം പഠിക്കുമ്പോൾ കൃപാവരങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ടല്ലോ. 9 വിധ കൃപാവരങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിൽ 2 വരങ്ങളാണ്. ഒന്ന് പ്രവചനവരവും അടുത്ത് രോഗശാന്തി വരവും. 9-ൽ 2, പിന്നെ മിച്ചം 7 കിടക്കുകയാണ്. ഈ 2 വരങ്ങളെക്കുറിച്ചാണ് ഈ വിട്ടുപോയ പെന്തിക്കോസ്തും ഇവിടെ നിലനിൽക്കുന്ന പെന്തിക്കോസിനും ഒക്കെ ചിന്തയുള്ളൂ. അതായത് പ്രവചന വരം കണ്ടു കഴിഞ്ഞാൽ അത് എന്തോ സംഭവമാണെന്ന് ഇവർക്കൊരു തോന്നലാണ്. ആ കൂട്ടത്തിലുള്ള ഒന്നാണ് വിവേചനവരം. അതിനൊരു പ്രാധാന്യം ആരും കൊടുക്കുന്നില്ല. ആ വിവേചന വരമുള്ളൊരു ശുശ്രൂഷകനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയൊരു ഗ്ലാമർ തോന്നില്ല. പ്രവചന വരമുള്ള പുള്ളിയാണെങ്കിൽ പുള്ളിയെ കാണുമ്പോൾ ഒരു ഗ്ലാമർ തോന്നും. ആ പുള്ളി എന്തോ ആണെന്ന് പറയും. ഒരിക്കൽ ഞാനൊരു സ്ഥലത്ത് ശുശ്രൂഷിക്കാൻ പോയപ്പോൾ രാവിലെയും വൈകിട്ടും ദൈവവചനം ഘോഷിക്കുകയാണ്. നല്ല രീതിയിൽ അവിടെ ദൈവവചനം വെളിപ്പെട്ടു വന്നു, നല്ല രീതിയിൽ. എന്നാൽ അവിടുത്തെ ശുശ്രൂഷകൻ പറയാണ്, നാളെ വരുന്നത് കൃപാവരപ്രാപ്തനാണ്. അപ്പോൾ ഇന്ന് വന്ന പുള്ളി എന്നെ ഇരുത്തിക്കൊണ്ടാണ് പറയുന്നത്, ഇന്ന് വന്ന പുള്ളിക്ക് ഒരു കൃപയും ഇല്ലെന്നല്ലേ പറഞ്ഞു വന്നത്. ഇത്രയൊക്കെ ഉള്ളൂ പെന്തിക്കോസിലെ പല ശുശ്രൂഷകന്മാരുടെയും ബോധം. അവരുടെ ബോധമണ്ഡലം ഇത്രയൊക്കെ തുറന്നിട്ടുള്ളൂ.
അതിശക്തമായി ദൈവവചനം ഘോഷിക്കപ്പെടുക. ഞാനും ആസ്വദിച്ച് പ്രസംഗിക്കുകയാണ്. വെളിപ്പാടുകൾ തുറന്നു വരികയാണ്. അതിൽ ജനം മുഴുവനൊന്നുമില്ലെങ്കിലും ചിലരൊക്കെ അതിൽ ആനന്ദിച്ചിരുന്നു. വചനത്തിൽ ആനന്ദിച്ചു, സന്തോഷിച്ചു. ആ വചനമല്ലേ അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. ആ വചനമല്ലേ അവരുടെ ജീവൻ്റെ ആധാരം എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഉപദേശി പറയുക, നാളെ തന്നെ പുള്ളിക്ക് ഇങ്ങനെയുള്ള എന്തൊക്കെയോ കയ്യിലുണ്ടെന്ന്. നോക്കണം, ഈ കൃപാവരങ്ങളൊക്കെ ഉള്ള ആളവിടെ ഇരിക്കുന്നത്. പ്രവചനവരം ഇല്ലെന്നല്ലേ ഉള്ളൂ. പിന്നെ ഏതാ, രോഗശാന്തിയുടെ വരവില്ലെന്നല്ലേ ഉള്ളൂ. ബാക്കി വരങ്ങളുണ്ടല്ലോ, അതിൽ പല വരങ്ങളും ഒക്കെ കാണും. അതിനിവർ ഗൗരവം കൊടുക്കുന്നില്ല. ഇന്ന് പുതിയ നിയമസഭയിൽ രോഗശാന്തിയുടെ വരവുള്ളവരുണ്ട്, വീര്യപ്രവർത്തികൾ ചെയ്യുന്നവരുണ്ട്. വ്യാപകമായിട്ട് നമുക്ക് കാണാനില്ലെന്നേ ഉള്ളൂ. എന്നാൽ അങ്ങനെയുള്ളവരുണ്ട്. അങ്ങനെ ഒരു ശുശ്രൂഷയുണ്ട്. പ്രവചനവരമുണ്ട്, പ്രവാചകനുണ്ട്. രണ്ടാണ് കേട്ടോ. ആദ്യമായിട്ട് കേൾക്കുന്നൊരു അന്തം വിട്ടുപോകും. പ്രവചന വരം വേറെ, പ്രവാചകൻ വേറെ. അതൊക്കെ തരംതിരിച്ച് പഠിച്ചോണം, പിന്നീട് പഠിക്കുക, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഇപ്പം ഞാൻ അത്രയും പറഞ്ഞു വിടുകയാണ്. അതൊക്കെ ആളുകളെ ദൈവരാജ്യത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടിയല്ല. അതിൻ്റെയൊക്കെ പിന്നിലുള്ള ദൈവോദ്ദേശങ്ങൾ തിരിച്ചറിയുക. എന്നാൽ ആ കാര്യങ്ങൾ ഇന്ന് വ്യാപകമായിട്ട് നമ്മുടെ ഇടയിൽ നടക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ അവിടങ്ങളിൽ നടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിലും ഒത്തിരി അനുഭവങ്ങളിലൂടെ പോയിട്ടുള്ള ആളാണ്. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ണാലെ കണ്ടിട്ടുള്ള ആളാണ്. അത്ഭുത പ്രവൃത്തികൾ കണ്ണാലെ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതൊന്നും ഇല്ലെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. പണ്ട് കാലത്തതുപോലെ വ്യാപകമായിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അത് കുറവാണ്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പിന്നാലെ വന്നോളാം. അത് തന്നെയല്ല, ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു മെസ്സേജിലേക്ക് നമ്മൾ അടുത്ത ദിവസം പോകുന്നുണ്ട്. ഒരു സ്പെഷ്യൽ മീറ്റിങ്ങിൽ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ വിഷയം അവിടെ കുലങ്കഷമായി ചിന്തിക്കാം. ഇവിടെ ഞാൻ ഇത്രയും പറഞ്ഞു വിടുകയാണ്. എന്തുകൊണ്ട് ചെങ്കടൽ പിളർന്നില്ലെന്ന് ചോദിച്ചാൽ അതല്ല എന്നെ വിളിച്ച ശുശ്രൂഷ. എന്നെ വിളിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് ചെങ്കടലിൽ പിളർത്തുന്നുണ്ട്. നമ്മൾ ഒരളവിൽ പറഞ്ഞ ചിലരെയൊക്കെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് ചെങ്കടലും പിളർത്തി തന്നെയാണ് മരുഭൂമി വഴി വാഗ്ദത്ത ഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നത്. അല്ലേ? മരുഭൂമി വഴി വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമല്ലേ നമ്മളിപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടല്ലേ ഈ പഠനങ്ങളൊക്കെ. അങ്ങനെ പോയ മുൻഗാമികളുണ്ടല്ലോ ഇസ്രായേൽ, അവർ മരുഭൂമിയിൽ പട്ടുപോയി. കാരണം എന്താ? പലവിധമായ കാരണങ്ങളല്ല. നമുക്കങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങളുടെ അന്തരങ്ങളും അതിൻ്റെ പൊരുളുകളും ഒക്കെ നമ്മൾ തിരിക്കുന്നത്. അതായത് വിശുദ്ധവും സാമാന്യവും വേർതിരിക്കുന്നത്, അല്ലെങ്കിൽ ശുദ്ധവും അശുദ്ധവും വേർതിരിക്കുന്നത്. അങ്ങനെ പലതും വേർതിരിക്കുകയാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? വേർതിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ ആത്മീയ വർധനവിനും മുൻപോട്ടുള്ള പ്രയാണത്തിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 ചാപ്റ്റർ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. അതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നതുകൊണ്ടാണ് വീണ്ടും ഒരു വിശദീകരണത്തിലേക്ക് ഞാൻ പോയത്. ഇന്ന് പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറയുന്നത് ശിഷ്യന്മാരെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. ശക്തിയോടെ ദൈവരാജ്യം ഘോഷിക്കുക. ദൈവരാജ്യം ഘോഷിക്കണമെങ്കിൽ, അല്ലെങ്കിൽ സുവിശേഷം പ്രസംഗിക്കണമെങ്കിൽ നിശ്ചയമായും അവർ ആത്മസ്നാനം പ്രാപിച്ചിരിക്കണം. ആത്മസ്നാനത്തിൻ്റെ നമ്മൾ സാധാരണ പറയും അഭിഷേകം പ്രാപിക്കുക എന്നൊക്കെ പറയും. ഓക്കെ, ആ ഭാഷ തന്നെ ഉപയോഗിച്ചോ. അതിൻ്റെ ഏകവും പ്രത്യക്ഷവുമായ അടയാളമാണ് അന്യഭാഷ എന്നുള്ളത് പെന്തക്കോസ്ത് ലോകം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു. അതിനെ ഒരളവ് വരെ നമുക്ക് അംഗീകരിക്കാം. സമ്പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ ഇപ്പോഴത്തെ കാലത്ത് പാടാണ്. സമ്പൂർണ്ണമായിട്ട്, അതായത് ഒരുവൻ ദൈവശക്തി അനുഭവിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം എന്നോണം അതിൻ്റെ ഒരു പ്രതിഫലനം എന്നോണം അവർ സ്വർഗീയ ഭാഷയിൽ സംസാരിക്കും. അത് വാസ്തവമാണ്. അപ്പോൾ തന്നെ ഈ സ്വർഗീയ ഭാഷയിലൊക്കെ സംസാരിക്കുന്ന പല സഹോദരിമാരും അവർ സഭായോഗത്തിലെ പായിൽ ഭയങ്കര വീരപരിവേഷത്തിലിരുന്ന് ഈ അന്യഭാഷയൊക്കെ പറയും. പ്രായോഗിക ജീവിതത്തിൽ അവരുടെ വിശ്വാസത്തെക്കുറിച്ച് ചോദിച്ചാലോ, വേണ്ട, വീട്ടിലൊരു പാറ്റ പോയാൽ മതി, ഈ അന്യഭാഷ പറഞ്ഞ പുള്ളിക്കാരി പേടിച്ചരണ്ട് നാട് വിടും. അങ്ങനെയൊക്കെ വിടുന്നവരെ എനിക്ക് അറിയാവുന്നതുകൊണ്ടായി പറയുന്നതെന്ന് കൂട്ടിക്കോ. അപ്പോൾ ഉയരത്തിലെ ശക്തി ധരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ധൈര്യം സംഭരിക്കുകയാണ്. ഉയരത്തിലെ ശക്തിയാൽ അവർ ധൈര്യം സംഭരിക്കുകയാണ്. അവർ പടക്കൂട്ടങ്ങളുടെ നേരെ പാഞ്ഞു ചെല്ലുന്നവരായിരിക്കും. അല്ലാതെ സഭായോഗത്തിലെ പായിലിരുന്നു കൊണ്ട് 2 അന്യഭാഷ അവസാനം കടുക് പൊട്ടിക്കുന്ന പോലെ പറഞ്ഞ് അവിടെ അവസാനിക്കുകയല്ല. അപ്പോൾ എന്താ ഈ പ്രാപിച്ചെന്നൊക്കെയുള്ളൊരു ചോദ്യം നാട്ടുകാർ ചോദിക്കുന്നുണ്ട്. അതിന് സഹോദരന്മാരെ പുറകിലെ ഈ കാര്യത്തിൽ നിർത്തുള്ളൂ. കാരണം ആത്മനിറവ് പ്രാപിച്ചെന്ന് പറയുന്നത് ഏറിയവെങ്കിൽ നമ്മുടെ സഹോദരിമാരൊക്കെയാണ്. അവരാണ് മുൻനിരയിൽ ഇടിച്ചിടിച്ച് കയറിപ്പോകുന്നത്. പക്ഷെ പ്രായോഗിക ജീവിതത്തോടുള്ള ബന്ധത്തിൽ ജീവിതത്തിൽ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒക്കെ വരുമ്പോൾ ഇവർ പാതറിപ്പോയിട്ട് 8 നിലയിൽ തകർന്ന പോലെ നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ ഇവരുടെ മേൽ പകരപ്പെട്ട അഭിഷേകം, അല്ലെങ്കിൽ ഇവർ പ്രാപിച്ച ആത്മനിറവിൻ്റെ അനുഭവം എന്തെന്നൊക്കെയുള്ള ചോദ്യം വല്ലാത്ത ചോദ്യങ്ങളാണ്.
ഇനി അതിന് ഞാൻ ഒരു മറുവശവും കൂടെ പറയാൻ കേട്ടോ. പലരും തെറ്റിദ്ധാരണകളിലാണ് കുടുങ്ങിക്കിടക്കുന്നത്. അതായത് അവരുടെ അതരത്തിൽ നിന്ന് 2 വാക്ക് അന്യഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്തോ സംതിങ് ആണെന്ന് അവർക്കൊരു ചിന്ത വരികയാണ്. സത്യത്തിൽ അവരൊന്നുമല്ല. അവരിൽ ആത്മാവിൻ്റെ ചലനം ആരംഭിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് എന്തിലേക്കാണ് അവരെ നയിക്കേണ്ടത്? തുടർന്ന് അവർ വചന പഠനത്തിലേക്ക് പോകണം. വചനത്തോടൊരു ദാഹവും വിശപ്പും വേണം. അത് പൊതുവെ കാണാറില്ല. ഏതെങ്കിലും സഹോദരിമാരുടെ മേൽ നമ്മൾ പറയുന്ന ഈ കൃപാവരങ്ങളിൽപ്പെട്ട പ്രവചനവരം അവരുടെ മേൽ കടന്നു വരികയാണെന്ന് വിചാരിച്ചോ. അങ്ങനെ വന്നെന്നോർത്ത് അവർ പ്രവാചികളാകില്ല കേട്ടോ. പുതിയ നിയമസഭയിൽ പ്രവാചികയില്ല. പുതിയ നിയമസഭയിൽ പ്രവാചകയില്ല. അതിനെക്കുറിച്ചുള്ള വിശദീകരണത്തിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ പ്രവചനവരത്താൽ അവർ ആ ശുശ്രൂഷ ചെയ്യുകയാണെങ്കിൽ ഒരു തോന്നൽ അവരുടെ ഉള്ളിൽ വരും, കൊള്ളാം, തിരക്കേടില്ല എന്ന്. എന്ത് തിരക്കേടില്ല എന്ന്? മത്തായി കഴിഞ്ഞ് അടുത്ത പുസ്തകം ഏതാണെന്ന് പോലും ചിലപ്പോൾ അറിയില്ലായിരിക്കും. അവർ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരുടെ കൈക്കീഴിൽ താണിരുന്ന് വചനം പഠിക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു തോന്നൽ അവരുടെ ഉള്ളിൽ വരികയാണ്. സാത്താൻ ആ തോന്നലിനെ പരിപോഷിപ്പിക്കും. നിങ്ങൾ സംതിങ് ആണ് കേട്ടോ. നിങ്ങളില്ലെങ്കിൽ ഈ പെന്തക്കോസ്തോ അല്ലെങ്കിൽ പുതിയ നിയമസഭയോ ഒന്നും മുന്നോട്ട് പോവില്ല. നിങ്ങൾ ഭയങ്കര വീരപരിവേഷമുള്ള ആളാണ്. നിങ്ങളിനി അവരിന്നൊന്നും കേൾക്കുകയോ പഠിക്കുകയോ ഒന്നും ചെയ്യേണ്ടവരൊന്നും അല്ല. ശുശ്രൂഷകളുടെ വാതിലുകൾക്ക് വേണ്ടി ഓടുക, നെട്ടോട്ടം ഓടുക. അങ്ങനെ വിളിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പരക്കം പാഞ്ഞ് പോവുകയാണ്. ഫോൺ നമ്പർ ഇങ്ങനെ കൊടുത്തേക്കുകയാണല്ലോ. 2 അക്ഷരം അറിയില്ല വേദപുസ്തകത്തിൽ നിന്ന്, ഒന്നും അറിയില്ല. കുറച്ച് അന്യഭാഷയൊക്കെ പറയും, കുറച്ച് പ്രവചനമൊക്കെ പറയും, തിരിച്ചു പോരും, ചില്ലറയും മേടിക്കും, അത്ര തന്നെ. അയ്യോ, ക്രമീകൃതമായ വചന പഠനമില്ല, വചനത്തിൽ വളരുന്നില്ല, അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ബലം പ്രാപിക്കുന്നില്ല. അവർ ഇത്രയും പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കും. അവരുടെ ജീവിതം അങ്ങനെയാണ്. അവരങ്ങനെ തന്നെ പോയി അവരുടെ ജീവിതം അങ്ങ് അവസാനിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ വളർച്ചയൊന്നും കാര്യമായിട്ട് കാണുന്നില്ല. എനിവേ, പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. കൃപാവരങ്ങളിൽ പ്രവചനവരവും രോഗശാന്തിയുടെ വരവും മാത്രമല്ല, വേറെയും വരങ്ങളുണ്ട്. അപ്പോൾ ആ വരങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. എല്ലാവരും എപ്പോഴും നമ്മൾ കാണുന്നില്ലെങ്കിലും നിശ്ചയമായും ഉണ്ട്. ഭാരതദേശത്ത്, ഭാരതസഭയിൽ ഈ കൃപാവരങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ദൈവദാസന്മാരുണ്ട്. അവരിൽ പലരും ഇങ്ങനെ പ്രസംഗിച്ച് റെക്കോർഡ് ചെയ്ത് അത് യൂട്യൂബിലൊന്നും ഇട്ട് എല്ലാവരെയും കാണിക്കുന്നൊന്നുമില്ല. എല്ലാവരും എല്ലാ ശുശ്രൂഷ അങ്ങനെ ചെയ്യുന്നവരാണോ? ഒന്നുമല്ല. ഭക്തന്മാരായ ആളുകൾ ഒരിക്കലും അവരിലൂടെ ഒരു വീര്യപ്രവൃത്തി നടന്നാൽ അത് റെക്കോർഡ് ചെയ്യുകയോ അത് പബ്ലിഷ് ചെയ്യുകയോ ഒന്നും ചെയ്യാൻ പോവില്ല. കാരണം കർത്താവ് കൊടുത്ത മാതൃക എന്താ? ആമർച്ചയായി എന്താ കൽപ്പിച്ചത്? ആരോടും പറയണ്ട, വീട്ടിൽ പൊക്കോളാനാണ് പറഞ്ഞത്, അല്ലേ? നാട്ടുകാരെയൊക്കെ അറിയിക്കാൻ പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. ചില സമയത്ത് പറഞ്ഞിട്ടുണ്ട് പുരോഹിതനെ കാണിക്കുക എന്നൊക്കെ. അതിന് ചില ആത്മീയ മർമ്മങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ മത്തായി 10 മത്തായി 28. മത്തായി 28ൻ്റെ ഗൗരവം സഹോദരങ്ങൾ ഉൾക്കൊള്ളുക. നിങ്ങൾ ഉൾക്കൊണ്ടവരാണ്. മേലാൽ ഞങ്ങളെ കേൾക്കുന്നവർ അത് ഉൾക്കൊള്ളുക. ശിഷ്യത്വത്തിലേക്ക് ജനത്തെ നടത്തുക. അതാണ് പുതിയ നിയമ ശുശ്രൂഷയുടെ ശ്രേഷ്ഠത. അങ്ങനെ നടത്തേണ്ട ജനം എന്ന് പറയുന്നത് മിസ്രൈമിൽ കിടക്കുകയാണ്, ഫറവോയുടെ അടിമത്തത്തിലാണ്. അവരെ കടന്നു ചെന്ന് വിടുവിച്ചുകൊണ്ട് വരണം, ബലവാനെ പിടിച്ചു കെട്ടണം. അങ്ങനെയാണ് അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്. അത് ചെറിയ കാര്യമാണെന്നാണോ വിചാരിക്കുന്നത്? അതല്ലേ ഏറ്റവും വലിയ കാര്യം. ആ വലിയ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ന്യൂ ജനറേഷൻ പെന്തിക്കോസ് ഗ്രൂപ്പിലുള്ള എത്രയോ പേരെയാണ് നമ്മൾ രക്ഷിച്ച് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. രക്ഷിച്ചത് നമ്മളല്ല കേട്ടോ, കർത്താവ് രക്ഷിക്കുന്നത്. ഒരു പാസ്റ്റർക്കും ആരെയും രക്ഷിക്കാൻ കഴിയില്ല. അവരെ കർത്താവ് ഉപയോഗിക്കുന്നു. അങ്ങനെ അവരിലൂടെ മറ്റു പലരും രക്ഷയുടെ തുരുത്തിലേക്ക് കടന്നു വരുന്നു. അതാണ് വാസ്തവം, അല്ലേ? പലരും പറയില്ലേ, ഞാൻ രക്ഷിച്ചു, ഞാനാണ് അങ്ങനെ നേടിയത്, ഇങ്ങനെ നേടിയെന്നൊക്കെ പറയും. ഒന്നും പുകഴാൻ നമുക്ക് ആർക്കും പെർമിറ്റ് ഇല്ല. കർത്താവാണ് രക്ഷിക്കുന്നത്, വിടുവിക്കുന്നതും കർത്താവാണ്. ഒരുവനെ ദൈവരാജ്യത്തിൽ കൊണ്ടുവരുന്നതും അവിടെ നിന്നാണ്. അതിന് നമ്മളെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മഹത്വം മുഴുവനും കർത്താവിന്. പുകഴാനൊന്നുമില്ല നമ്മുടെ പക്ഷത്ത്. നമുക്ക് എന്താ പുകഴാനുള്ളത്? ഒന്നും പറയാനില്ല, യാതൊന്നും മിണ്ടാനില്ല, വാ പൊത്തുക, അത്ര തന്നെ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ മത്തായി 10 മത്തായി 28. ഇനി ഞാനത് വിട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് സമാഗമന കൂടാരം അല്ലെങ്കിൽ യെരൂശലേം ദേവാലയം, ഇത് രണ്ടുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ ഇരിക്കുന്ന വിളക്ക്, ആ വിളക്കിൽ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഒഴിക്കുന്ന കാര്യം പറഞ്ഞു. ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ. അതേസമയം ഇന്ന് നമ്മൾ പറയുന്ന ഈ സോക്കോൾഡ് കൂട്ടങ്ങളിലൊക്കെ ഒലിവെണ്ണയുണ്ട്. അത് തമ്മിലുള്ള അന്തരം നമ്മൾ പറഞ്ഞു. ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ എന്ന വിഷയത്തിലേക്ക് വരണമെങ്കിൽ അത് ബൃഹത്തായൊരു ടോപ്പിക്കാണ്. അത് മുഴുവനും വിശദമാക്കി അത് തുറന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സമയം വേണ്ടതാണ്.
അതൊക്കെ ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് പിന്നത്തതിൽ ചിന്തിക്കാവുന്നതാണ്. ഈ ടാബർനാക്കിൾ സ്റ്റഡിയൊക്കെ ആയിട്ട് വരുമ്പോഴാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്. നമ്മൾ ഇവിടെ ടാബർനാക്കിൾ സ്റ്റഡിയൊന്നും അങ്ങനെ നടത്തിയിട്ടില്ല. അതിലെ ചില കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ. വേറെ ഒരു സ്ഥലത്ത് നമ്മൾ ടാബർനാക്കിൾ സ്റ്റഡിയൊക്കെ നടത്തിയിട്ടുണ്ട്. ആ സമയത്ത് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ കടന്നുപോയത് സഹോദരങ്ങൾ പലരും കേട്ടിട്ടുള്ളവരാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം പാളയത്തിന് വെളിയിലാണ്, പാളയത്തിലല്ല. ഇങ്ങനെ 3 പ്രധാന കാര്യങ്ങളാണ് പറഞ്ഞത്. 3 പ്രധാന കാര്യങ്ങൾ. നാം പാളയത്തിന് വെളിയിൽ ക്രിസ്തുവിനെ നിന്ന വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രങ്ങളാണ്. പാളയത്തിലല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതം, പാളയത്തിന് വെളിയിലാണ്. ആ കാര്യം നിങ്ങളെ ഉദ്ബോധിപ്പിച്ചു. അപ്പോൾ 3 പ്രധാന കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ വന്നത്. നിങ്ങൾക്ക് കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും ധ്യാനിക്കുവാനും പഠിക്കുവാനും ഗ്രഹിക്കുവാനും തക്കവണ്ണമുള്ള ബൃഹത്തായ 3 ടോപ്പിക്കാണ് മുൻപിലിട്ട് തന്നത്. അതിൽ ഓരോന്നും നമ്മളെടുത്ത് വിശകലനം ചെയ്യേണ്ടതുണ്ട്. അതായത് മത്തായി 10, മത്തായി 28 നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയവരാണ്, നിങ്ങളത് അംഗീകരിക്കുന്നവരാണ്. ഇന്ന് മത്തായി 28-നാണ് പ്രാധാന്യം. ശിഷ്യത്വത്തിലേക്ക് ജനത്തെ നടത്തുക എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ആരും തർക്കിക്കില്ല എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. രണ്ടാമത് പറഞ്ഞത് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയുടെ കാര്യമാണ്. ആ ഒലിവെണ്ണ വിളക്കിനകത്ത് ഒഴിച്ച് തിരി അതിനകത്ത് മുങ്ങിക്കിടക്കണം. അതെത്ര ബൃഹത്തായ ടോപ്പിക്കാണ്. ആ തിരി ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയ്ക്കകത്ത് മുങ്ങിക്കിടക്കുക എന്ന് പറയുന്നത് എന്താ കാണിക്കുന്നത്? ആത്മനിറവിൻ ജീവിതത്തെയല്ലേ കാണിക്കുന്നത്. ആ തിരി നമ്മെ കാണിക്കുന്നു, വിളക്ക് ക്രിസ്തുവിനെ കാണിക്കുന്നു, ആ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. അപ്പോൾ ആത്മനിറവിൻ ജീവിതത്തെയാണത് കാണിക്കുന്നത്. ആ ആത്മനിറവിൻ ജീവിതത്തിൽ കത്തിത്തീരുകയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം. ഈ അന്ധകാര ലോകത്തിന് വെളിച്ചം പകർന്നുകൊണ്ട് നമ്മൾ കത്തിത്തീരുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ മുൻപ് വേറെ മെസ്സേജുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവർ ആ മെസ്സേജുകൾ പോയി കേൾക്കുക. നമ്മളുടെ സൈറ്റിൽ ആ മെസ്സേജുകളുണ്ട്. അപ്പം കത്തിത്തീരുന്നൊരു അനുഭവമാണ് അവിടെ കാണിക്കുന്നത്. അത് കേൾക്കുമ്പോൾ സ്വയശോധനയിലേക്ക് കടന്നു പോകണം. ചുമ്മാ കേട്ടെല്ലാം കുറിച്ച് വെച്ചിട്ട് പോയാൽ പോരാ. ആധാരം എഴുത്തുകാർ കുറിക്കണ കണ്ടിട്ടില്ലേ? അതുപോലെ ഇരുന്ന് എല്ലാം കുറിച്ച് വെച്ചിട്ടൊന്നും കാര്യമില്ല. കുറിച്ച് വെച്ചത് പിന്നത്തേത് തുറന്ന് നോക്കുകയും പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം. ലൈഫിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ പ്രസ് ചെയ്യാൻ അനുവദിക്കും. 4 സൈഡിൽ നിന്നും പ്രസ്സിങ് വരും. ഒരു സൈഡിൽ നിന്ന് കെട്ടിയവനായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ കെട്ടിയവളായിരിക്കും വരുന്നത്. മറു സൈഡിൽ നിന്ന് മക്കളായിരിക്കും, അല്ലെങ്കിൽ സ്ഥലം സഭയിലെ പാസ്റ്റർ തന്നെ നമ്മളെ പ്രസ് ചെയ്യാനായിട്ട് മുന്നിട്ടിറങ്ങും. എൻ്റെ കർത്താവ്, ഈ പാസ്റ്റർ എന്താ ഒരു മനസ്സലിവും ഇല്ലാതെ എന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ചോദിച്ചാൽ കർത്താവ് അങ്ങനെ അനുവദിച്ചിരിക്കുകയെന്നേ. അങ്ങനെ ഇപ്പോൾ കഠിനനും ക്രൂരനും ഒക്കെ ആക്കാൻ കർത്താവ് അങ്ങ് അനുവദിച്ചു എന്ന് കൂട്ടിക്കോ. കാരണം നമ്മിൽ നിന്ന് കുറച്ച് തെളിവുള്ള ഒലിവെണ്ണ പുറത്തേക്ക് വരണം. നമ്മൾ ആത്മനിറവിൽ ഒന്ന് ജീവിക്കണം. അതിന് പല കാര്യത്തിൽ നിന്നും നമ്മൾ വിടുവിച്ചെടുക്കേണ്ടതുണ്ട്, പലതിൽ നിന്നും വിടുവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ പലതിൽ നിന്നും വിടുവിച്ച് ഈ പ്രസംഗിൻ്റെ അനുഭവത്തിലൂടെയൊക്കെ നടത്തി നമ്മെ ഇങ്ങനെ യോഗ്യമായ നിലയിൽ, അതായത് ഈ ഭൂമിയിൽ നമ്മൾ പ്രകാശം പരത്തേണ്ടവരാ. വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയുടെ നടുവിൽ നിങ്ങൾ ജ്യോതിഷുകളെ പോലെ പ്രകാശിക്കണമെന്നാണ് പൗലോസ്ലീഹ ഫിലിപ്പിനോട് പറയുന്നത്. പ്രകാശിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. പ്രകാശിക്കണമെങ്കിൽ ഈ പറയപ്പെട്ട തെളിവുള്ള ഒലിവെണ്ണ വേണം, എന്നാലല്ലേ തിരി കത്തുകയുള്ളൂ. അപ്പോൾ ആ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നമ്മിൽ നിന്ന് പുറപ്പെടാൻ പാകത്തിന്, അതായത് വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്നല്ലേ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും മുഖ്യ ഘടകം എന്ന് പറയുന്നത് വിശ്വാസമാണ്. വിശ്വാസം എങ്ങനെയാണ് വരുന്നത്? വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും. നേരം പോക്ക് പ്രസംഗിക്കുന്ന ന്യൂജൻ ചർച്ചിൽ പോയാൽ എന്ത് വിശ്വാസമാണ് വർദ്ധിക്കുന്നത്? ന്യൂജൻ ചർച്ചിൻ്റെ പ്രത്യേകത എന്താ? ന്യൂജൻ ഗ്രൂപ്പുകളിൽ നമ്മൾ പുസ്തകം പഠിക്കുമ്പോൾ, വിശേഷാൽ യോഹന്നാൻ 6 പഠിക്കുമ്പോൾ 2 വിധ അപ്പങ്ങളെക്കുറിച്ച് കാണാം. യോഹന്നാൻ 6-ന്റെ 26, 27 വായിച്ചാൽ മതി. 2 വിധമായ അപ്പങ്ങൾ, രണ്ടും കൊടുക്കുന്ന കർത്താവാണ്. കർത്താവ് എന്താ പറഞ്ഞത്? അതായത് നശിച്ചു പോകുന്ന അപ്പത്തിനായിട്ടല്ല, നശിച്ചു പോകാത്തതും നിലനിൽക്കുന്നതുമായ അപ്പത്തിന് വേണ്ടി. ആ വാക്യം ഒന്ന് വായിച്ചേ. യോഹന്നാൻ 6-ന്റെ 26, 27. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് അത്ര എന്നെ അന്വേഷിക്കുന്നത്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിക്കുവേൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. കണ്ടില്ലേ? നശിച്ചു പോകുന്ന അപ്പത്തിനായിട്ടല്ല, നശിച്ചു പോകാത്ത ജീവന്റെ അപ്പത്തിനായിട്ട് പ്രവർത്തിപ്പീൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് നൽകും. അപ്പോൾ ഈ നശിച്ചു പോകുന്ന അപ്പോ അതും മനുഷ്യപുത്രൻ തന്നെ കൊടുക്കുന്നതാണ്. മനുഷ്യപുത്രൻ്റെ കയ്യിൽ ഇത് രണ്ടുമുണ്ട്. അപ്പം ആ സമയത്ത് തൻ്റെ ശുശ്രൂഷയിൽ
അതായത് ഒത്തിരി പേര് അപ്പം തിന്നുകയും അല്ലെങ്കിൽ വിടുതലുകൾ അനുഭവിക്കുകയും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ കാര്യങ്ങളൊക്കെ അനുഭവിച്ചവരോടാണ് പറയുന്നത്, അതിനേക്കാളും പ്രാധാന്യമുള്ള അപ്പം എൻ്റെ കയ്യിലുണ്ട്. ആ അപ്പങ്ങളെല്ലാം നമ്മൾ ഈ വിടുതലിൻ്റെ ഭാഷയിൽ തന്നെ കൂട്ടിക്കോ. വിടുതലോ സൗഖ്യമോ എന്താ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളുമാണ്, അതൊന്ന് കൂട്ടിക്കോ. ആ ഫോൾഡറിൽ അതെല്ലാം കൂടെ കൂട്ടിയിട്ടോ. എന്നാൽ അടുത്തൊരു ഫോൾഡർ തുറക്കുമ്പോൾ എന്താ പറയുന്നത്? ജീവൻ്റെ അപ്പം എൻ്റെ പക്കലുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ അവർ പറഞ്ഞത്, അയ്യോ ഇത് കഠിന വാക്കാണ്, ഇതാർക്ക് കേട്ടിരിക്കാൻ കഴിയും? അപ്പോൾ ഇന്നും അങ്ങനെ തന്നെയാണ്. നമ്മളിവിടെ ധാരാളം ഗൗരവമായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആളുകളിൽ പറഞ്ഞിട്ടുണ്ട്. കേട്ട പല സഹോദരിമാരും അവരുടെ ഭർത്താക്കന്മാരോട് അടക്കം പറഞ്ഞത് എന്താണെന്നറിയാവോ? ടൈം വേസ്റ്റാ. അങ്ങനെ ദഹിക്കുന്ന കാര്യമൊന്നുമല്ല പറയുന്നത്. പ്രായോഗികമായിട്ട് നമുക്കൊരു 10 സെൻറ്റ് സ്ഥലമുണ്ട്. ആ 10 സെൻറ്റ് സ്ഥലത്ത് എന്തായാലും ഒരു വീടൊക്കെ വെക്കണമല്ലോ. നമുക്ക് കുറഞ്ഞതൊരു ഓൾട്ടോ കാറെങ്കിലും കാർ പോർച്ചിൽ ഇടണ്ടേ? അല്ലാതെ നമ്മൾ ബെൻസ് കാറൊന്നും അല്ലല്ലോ ആഗ്രഹിച്ചത്. ഒരു ഓൾട്ടോ കാറെങ്കിലും മിനിമം ഇടണം അവിടെ. നമുക്ക് സഞ്ചരിക്കണ്ടേ? നമ്മളെന്നും ഈ KSRTC ബസ്സിൽ സഞ്ചരിച്ചാൽ മതിയോ? നമ്മുടെ പിറവത്തെ ഉപദേശി ചോദിച്ചോലെ, നിങ്ങൾ ഈ മരണം വരെ ഈ KSRTCയിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണോ? പെന്തിക്കോസി വന്നിട്ടെന്ന് പുള്ളി ചോദിച്ചതുപോലെ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ? അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തകൾ വരുമല്ലോ. അപ്പോൾ ആ ചിന്തകൾക്ക് ഉത്തരം തേടിയാണ് ദൈവസന്നിധിയിൽ പലരും ചെല്ലുന്നത്, ഉപവാസം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഇതല്ലാതെ വേറെ അപ്പം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ എൻ്റെ ദാസന്മാരിലൂടെ അപ്പം സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുകൾ തിരിച്ച് കർത്താവിനോട് പറയുന്നത്, കർത്താവെ നീ ആക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് നിൻ്റെ ആ ദാസനൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒത്തിരി ദാസന്മാരുണ്ടല്ലോ, അവർ തരുന്ന അപ്പമൊക്കെ പുളിപ്പില്ലാത്ത അപ്പമാണ്, അതിനൊരു മയമില്ല, ഒന്നുമില്ല. തന്നെയല്ല അതിൻ്റെ കൂട്ടത്തിൽ അവർ കയ്പിജീരയൊക്കെ തരും. അതുകൊണ്ട് നമുക്കത് അത്ര വലിയ താല്പര്യമില്ല. ഇപ്പോൾ ഞങ്ങളുടെ ഈ വിഷയത്തിനൊരു പരിഹാരം തരണം. ഇതൊക്കെ പറഞ്ഞ ആളുകൾ ചെല്ലുന്നത്. അപ്പോൾ കർത്താവ് കാര്യം പിന്നെയും പറയുന്നുണ്ട്, അതൊക്കെ താൽക്കാലികമായ എൻ്റെ പൊന്നുമോളെ, നീ നിലനിൽക്കുന്ന ഈ ജീവൻ്റെ സമൃദ്ധിയിലേക്ക് വരുവാൻ പാകത്തിനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്ക്, അതിനുവേണ്ടി അധ്വാനിക്ക്. പക്ഷെ അതൊക്കെ പറയുന്നത് പറ്റുന്നില്ല, കയറുന്നില്ലെന്നാണ് പറയുന്നത്. അങ്ങോട്ട് കയറുന്നില്ലെന്ന്. അതിന് നമുക്ക് ഈ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു സാധനം കിട്ടുമല്ലോ, ചെവിക്കകത്തിടുന്ന ബഡ്സ്, അതൊക്കെ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് കറക്കുക, പിരിച്ച് ആ സാധനമൊക്കെ അകത്തിരിക്കുന്ന ആ ചെളിയൊക്കെ എടുത്ത് പുറത്ത് കളയുക. ചിലപ്പോൾ കയറുമായിരിക്കും അല്ലേ? കയറാൻ പറ്റാത്തതും കേൾക്കാൻ പറ്റാത്തതും അംഗീകരിക്കാൻ പറ്റാത്തതുമായ എന്തെങ്കിലും കാര്യമാണോ നമ്മളീ പറയുന്നത്? നമ്മുടെ ജീവിതം ശോഭയുള്ളതാകണമെങ്കിൽ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഒഴിക്കണമെന്നാണ് പറഞ്ഞത്. വേറെ കഥയൊന്നും പറഞ്ഞില്ല. അതിന് ജീവിതത്തിൽ ചിലതെല്ലാം അനുവദിക്കും. അപ്പോസ്തലന്മാർ മുന്നമേ പറഞ്ഞു വെച്ചെന്താ? അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം വന്നുകൂടി എന്ന് വെച്ച് എൻ്റെ പൊന്നുമോളെ നീ ഭയപ്പെടരുതെന്നാണ് പത്രോസ്ലീഗ പറഞ്ഞത്. പത്രോസിനെയൊക്കെ വലിയ കാര്യമല്ലേ? ഇപ്പം എന്നെപ്പോലെയുള്ളവരോടല്ലേ വലിയ കാര്യമില്ലാത്തേ ഉള്ളൂ. പത്രോസിനെയും പൗലോസിനെയൊക്കെ വലിയ കാര്യം സ്ലീഹന്മാരെന്നാണ് പറയുന്നത്. അയ്യോ ധന്യനായ പൗലോസ്ലീഗ എന്നല്ലാതെ പറയില്ല. ആ പൗലോസ്ലീഗയാണ് പറഞ്ഞത് നാം അനേക ഘട്ടങ്ങളിലൂടെ ദൈവരാജ്യത്തേക്ക് കടക്കണമെന്ന്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ പറഞ്ഞത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്ന്. അല്ലാതെ നമ്മളാരും കണ്ടുപിടിച്ച കാര്യമൊന്നുമല്ലല്ലോ ഇത്. ഇതൊക്കെ എന്തിനാ? നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ധന്യമാകാൻ വേണ്ടിയാണ്. അതിന് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണിതൊക്കെ. ഇപ്പോൾ നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് മുളക് പൊടി ഇടുന്നില്ലേ? ബാക്കിയെല്ലാം ഇടാം. മുളക് പൊടി എന്തിനാ? എരിവുള്ളതല്ലേ? പക്ഷെ അതിനൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് അത് ഇടുന്നത്. ഇനി ഒന്നുകൂടെ കടത്തി പറയാം, വില കൂടിയ സാധനങ്ങളെല്ലാം ഇട്ട് നമ്മൾ ഉണ്ടാക്കുന്നു. വലിയ മട്ടൻ കറിയോ പോത്ത് കറിയോ എന്ത് കറിയെങ്കിലും ഉണ്ടാക്കുന്നു. അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു നുള്ളു ഉപ്പിട്ടില്ലെങ്കിൽ എന്തിനു കൊള്ളാം അല്ലേ? ഒരു നുള്ളു ഉപ്പ് അതിന് വേണ്ടേ? ആ ഉപ്പിടുമ്പോഴല്ലേ അതിന് ടേസ്റ്റ് ഉണ്ടാകുന്നത്. അതുപോലെ ക്രിസ്തീയ ജീവിതത്തിൽ നാം അനേക കഷ്ടങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോഴാണ് നാം അവനെ രുചിച്ചറിയുന്നത് അല്ലേ? അതുകൊണ്ടല്ലേ നമ്മുടെ പൂർവ്വ പിതാക്കന്മാരൊക്കെ പാട്ടുപാടിയത്, കഷ്ടങ്ങളേറിടുമ്പോൾ എനിക്കേറ്റമടുത്ത തുണയായി, കഷ്ടങ്ങളേറിടുമ്പോൾ എനിക്കേറ്റമടുത്ത തുണയായി, ഘോരവൈരിയിൻ നടുവിലവൻ മേശ നമുക്കൊരുക്കിയല്ലോ, ഘോരവൈരിയിൻ നടുവിലവൻ മേശ നമുക്കൊരുക്കിയല്ലോ, മേശ നമുക്കൊരുക്കിയല്ലോ. സ്തുതി എൻ മനമേ, സ്തുതികളിൽ
ഉന്നതനെ നാഥൻ നാൾ തോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും മനമേ. നാഥൻ നാൾ തോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും മനമേ. എന്നും പാടണമെങ്കിൽ ഹൃദയത്തിൽ സന്തോഷം വേണം. ആ സന്തോഷത്തിൽ നിന്നാണ് പാട്ട് വരുന്നത്. കഷ്ടങ്ങൾ ഏറിടുമ്പോൾ കർത്താവ് എനിക്ക് ഏറ്റവും അടുത്ത തുണയാണെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അതിന് നടുവിൽ മേശയൊരുക്കുന്നൊരു ദൈവം. അപ്പോൾ മേശ ഒരുക്കപ്പെടണമെങ്കിൽ, അത് അനുഭവിക്കണമെങ്കിൽ കടന്നു പോകേണ്ട വഴികളിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകണ്ടേ. ഹാർഡിൽസുകളുണ്ടാകും ജീവിതത്തിൽ, ഹാർഡിൽസുകളുണ്ട്. അതിനെല്ലാം താണ്ടി 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 വേണം നമ്മൾ പോകാൻ. അവിടെയാണ് ക്രിസ്തീയ ജീവിതം രുചിച്ചറിയുന്നത്. അതല്ലേ പണ്ട് കാലത്തെ വിശുദ്ധന്മാർ ക്രിസ്തീയ ജീവിതം രുചിച്ചവരാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത്, ഞങ്ങൾക്ക് പിന്മാറിക്കൂടാ. ഈ സ്നേഹത്തിൽ ഞങ്ങളെ വേർപിരിക്കുന്നത് ആര്? ഈ സ്നേഹത്തിൽ ഞങ്ങളെ വേർപിരിക്കുന്ന ആര്? ഇവിടെ എന്തെങ്കിലും കിട്ടിയിട്ടല്ല അവർ കർത്താവിനോട് പറ്റിച്ചേർന്നത്. അവർക്ക് കിട്ടിയ നിത്യരക്ഷയിൽ അവർ ആനന്ദിച്ചു. ആ ആനന്ദത്തിൽ അവർ പാട്ടുകൾ എഴുതി, പാട്ടുകൾ പാടി, അല്ലേ? ആ ആനന്ദത്തിൽ അവർ പാട്ടുകൾ എഴുതി, പാട്ടുകൾ പാടി, തലമുറകളെ കേൾപ്പിച്ചു. അടുത്ത തലമുറയ്ക്ക് വേണ്ടി അതൊക്കെ കൈമാറി. അങ്ങനെ ഈ തലമുറയിൽ നമ്മളത് ഏറ്റുപാടുകയാണ്. കഷ്ടങ്ങളേറിയിടുമ്പോൾ എനിക്ക് ഏറ്റവും അടുത്ത തുണയാണ്. അവിടെയാണ് ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളും കർത്താവിൻ്റെ കരുതലും ആ സാമീപ്യവും സാന്നിധ്യവും ഒക്കെ നമ്മൾ രുചിച്ചറിയുന്നത്. ഇതെല്ലാം ഒരു പെന്തക്കോസ്ത് പ്രീച്ചർക്കോ ടീച്ചർക്കോ ഒക്കെ പറയാൻ കഴിയുന്ന കാര്യങ്ങളാണിത്. ഇത് മറ്റവർക്കൊന്നും ഇത് പറയാൻ കഴിയില്ല. അവരിതെല്ലാം ശാപമെന്ന് കരുതുന്നവരാണ്. ഇപ്പോൾ പാടിയ പാട്ടൊക്കെ ശാപത്തിൻ പാട്ടുകളായിട്ട് പരിഗണിക്കുന്നവരാണ് അവരെല്ലാം. കഷ്ടങ്ങൾ ഏറിയിടുമ്പോൾ കർത്താവ് നമ്മെ രക്ഷിച്ചത് കഷ്ടങ്ങളിലൂടെ നടത്താനാണെന്നാണ് അവരുടെ പ്രമുഖന്മാരൊക്കെ ചോദിക്കുന്നത്. ചോദ്യങ്ങളൊക്കെ ഞാൻ നേരിട്ട് കേട്ടിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്, ഊഹാപോഹം അല്ല പറയുന്നത്. അവരുടെ ചോദ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ നിങ്ങൾ കഷ്ടങ്ങളിലൂടെ പോവുകയാണെങ്കിൽ അതൊരു ശാപത്തിൻ്റെ കാരണമാകാം. അത് പിന്നെ അങ്ങനെയൊക്കെ ആവാം, ഇങ്ങനെയൊക്കെ ആകാമെന്ന് അവരൊക്കെ പറയുന്നത്. അതേസമയം നമ്മളത് അങ്ങനെയാണോ വിശ്വസിക്കുന്നതും പഠിക്കുന്നതും? നമ്മൾ അനുഭവിക്കുകയല്ലേ. നമ്മൾ ഈ പറഞ്ഞ അനുഭവങ്ങളിലൂടെയൊക്കെ പോയപ്പോൾ കർത്താവ് നമ്മെ ചുമലിൽ വഹിച്ച ആ സാഹചര്യങ്ങൾ അനുഭവിച്ചവരല്ലേ. പലപ്പോഴും നമ്മളെ നടത്തിക്കൊണ്ട് പോകാതെ ചുമലിൽ വഹിച്ചത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഘോരഘോരം കാര്യങ്ങളെ പറയുന്നത്. ഇതാണ് വഴി, ഇതാണ് മാർഗമെന്ന് പറയുന്നത്. ഇതിനപ്പുറം വേറൊന്നും ഇല്ല എന്ന് തീർത്താണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അവസാനം പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. അതായത് പാളയത്തിന് വെളിയിലുള്ളൊരു ജീവിതവും പാളയത്തിന് വെളിയിലുള്ള ജീവിതത്തിൽ നിന്ന് വഹിക്കേണ്ടതുണ്ട്. എന്താ ഈ ആഴ്ച മെസ്സേജിനകത്ത് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്? അത്ര വിലപ്പെട്ട കനപ്പെട്ട കാര്യങ്ങളാണ്. അതങ്ങനെ പറഞ്ഞങ്ങ് തള്ളിക്കളയാനുള്ളതല്ല. നിങ്ങളുടെ ഉള്ളിലേക്ക് ഇത് ആഴ്ന്ന് ഇറങ്ങണം. പൈൽ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ അങ്ങ് ആഴ്ന്ന് ഇറങ്ങണം. മുകളിലേക്ക് പണിയണമെങ്കിൽ അടിസ്ഥാനം ഇടണം. ആ അടിസ്ഥാനം ഇടുന്ന പ്രക്രിയ നമ്മൾ ഈ ചെയ്യുന്നത്. പിന്നീട് കേൾക്കുന്നവർ കേൾക്കുകയോ ഏറ്റെടുക്കുകയോ അതൊക്കെ അവരുടെ കയ്യിൽ. പക്ഷേ നിങ്ങൾ ഓരോരുത്തരും ഈ കാര്യങ്ങളെ കേട്ട് ഗ്രഹിച്ച് നിങ്ങളുടെ ജീവിതം ആ ഒരു ക്രമത്തിലേക്ക് കൊണ്ടുവരണം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കംഫർട്ട് സോണിലല്ല അത് നയിക്കേണ്ടത്, അത് പാളയത്തിന് വെളിയിലാണ്. നിശ്ചയമായും നിങ്ങൾ ഉപദേശത്തിന് വേണ്ടിയും ഭക്തിക്ക് വേണ്ടി നിന്നു കഴിഞ്ഞാൽ പോരാട്ടം എവിടെ നിന്ന് വന്നെന്ന് ചോദിച്ചാൽ മതി. പണ്ടാരോ പറഞ്ഞ പോലെ പാലക്കാട്ടെ പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ അയ്യോ എവിടെയെങ്കിലും എലിയുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അത് ആലപ്പുഴയിൽ നിന്നാണേലും വരും. പ്രത്യേകിച്ച് ക്ഷണിക്കൊന്നും വേണ്ട. ഭക്തിക്കൊത്ത ജീവിതം നയിച്ചു കഴിഞ്ഞാൽ അതിന് തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ എന്താ പറയുന്നത്? ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാവും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ഉപദ്രവങ്ങളുണ്ടോ? നമ്മൾ നിന്ദകൾ വഹിക്കുന്നുണ്ടോ? പഴികൾ കേൾക്കുന്നുണ്ടോ? ദുഷികൾ കേൾക്കുന്നുണ്ടോ? അങ്ങനെ കേൾക്കുന്നവരൊക്കെ നിങ്ങളിൽ ചുരുക്കം പേരേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഒന്നും അങ്ങനെ കേൾക്കുന്നില്ല. അതേസമയം ഞാൻ എന്തെല്ലാമൊക്കെയാണ് കേൾക്കുന്നതെന്ന് അറിയാവോ? ഞാൻ ഭാഗ്യവാനാണ്, നിങ്ങളെക്കാളും ഭാഗ്യവാനാണ് ഞാൻ നിങ്ങളെല്ലാവരേക്കാളും അവമാനിക്കപ്പെടുന്നുണ്ട്, നിന്ദിക്കപ്പെടുന്നുണ്ട്, പഴിക്കപ്പെടുന്നുണ്ട്, ദുഷിക്കപ്പെടുന്നുണ്ട്. അതെല്ലാം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഞാനതെല്ലാം ആസ്വദിക്കുന്നുമുണ്ട്. നിശ്ചയമായും ഞാനതെല്ലാം ആസ്വദിക്കുന്നുണ്ട്. ഓരോരുത്തരെല്ലാം എന്തെല്ലാമൊക്കെയാണ് കഥ പറയുന്നതെന്ന് അറിയാവോ? നമ്മുടെ മെസ്സേജുകളൊക്കെ കഴിയുമ്പോൾ പിന്നത്തേതിൽ വന്ന് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കമൻസ് പറയുന്നവരുണ്ട്. അതല്ലാതെ മറ്റ് ചില ദിക്കുകളിലൊക്കെ ആളുകൾ അടക്കം പറയുന്നതൊക്കെ എൻ്റെ ചെവിയിലെത്തും. പല നിലകളിൽ അവർക്കിത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല, ഇതിൻ്റെ മഹത്വം ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അവർ പോകുന്ന സാമട്ടിലുള്ളൊരു ബെന്തിക്കോസുണ്ട്. അങ്ങനെയും ബെന്തിക്കോസുണ്ടോ? അങ്ങനെ ഒരു ബെന്തിക്കോസുണ്ട്. സാമട്ടിലിങ്ങനെ പോവുകയാണ്.
അതിങ്ങനെ ന്യൂട്രൽ ഗിയറിലിട്ടിട്ട് ഇങ്ങനെ പതിയെ അങ്ങനെ ഉരുണ്ടോണ്ടിരിക്കുക. ഒരു ചെറിയ ഇറക്കമുണ്ട്, അതുകൊണ്ട് ചെരിഞ്ഞ് കിടക്കുക ആയതുകൊണ്ട് അങ്ങനെ ഉരുണ്ടുരുണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ജീവിതത്തിലൊരു കയറ്റത്തിൻ്റെ അനുഭവം വന്നാലോ, അന്നേരത്തെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ പിന്നിലേക്ക് ഉരുണ്ടു പോകാനും സാധ്യതയുണ്ട്, ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഇതെല്ലാം പറയുമ്പോൾ സൗരങ്ങളെ ഒരു കാര്യം ഇവിടെ എൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞ മെസ്സേജുകളിൽ നിന്നെല്ലാം വന്ന ചില ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ചില സംശയങ്ങൾ, അല്ലെങ്കിൽ ചില ആരോപണങ്ങൾ, അതെല്ലാം വെച്ചിട്ട് ചില മറുപടികളും കൂടെ പറയേണ്ടതുണ്ട്. അതായത് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടന്നിട്ടില്ല എങ്കിലും അതൊക്കെ പറയേണ്ടതുണ്ട്. അതായത് പൊതുവായി എല്ലാവരുടെ ഉള്ളിൽ വരുന്നൊരു കാര്യമാണ്. ചിലരെല്ലാം ചോദിക്കുന്നത്, നിങ്ങൾ ഈ ന്യൂ ജനറേഷൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതിന് കുഴപ്പമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഓൾഡ് ജനറേഷൻ പെർഫെക്റ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഓൾഡ് ജനറേഷൻ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണോ, അതിലൊരു കുറവുമില്ലേ, അവരെല്ലാം കേമന്മാരാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. സഹോദരങ്ങളെ, ഇവിടെ ഓൾഡ് ജനറേഷൻ്റെ ഒരു കാര്യവും നമ്മൾ പറഞ്ഞില്ല. ന്യൂ ജനറേഷൻ പെന്തിക്കോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? നിങ്ങൾ വിചാരിച്ച വിചാരം തെറ്റിപ്പോയി കേട്ടോ. പറഞ്ഞു വന്ന ഞാനും ന്യൂ ജനറേഷൻ പെന്തിക്കോസ്തുകാരനല്ല. ഇവിടെ ഇരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം പേരും, എൻ്റെ സ്നേഹിതർ ബഹുഭൂരിപക്ഷം പേരും ന്യൂ ജനറേഷൻ പെന്തിക്കോസ്തുകാരാണ്. കാരണം എന്താ? അവർ ഈ തലമുറയിൽ വിശ്വാസ വഴിയിൽ വന്നവരാ. ബഹുഭൂരിപക്ഷം പേര് 21-ാം നൂറ്റാണ്ട് വിശ്വാസത്തിൽ വന്നവരാ. 20-ാം നൂറ്റാണ്ടിൻ്റെ ഒടുക്കം വിശ്വാസത്തിൽ വന്നവർ ഇതിനകത്ത് ചുരുക്കം പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം 21-ാം നൂറ്റാണ്ട് പിറന്ന സമയത്ത്, അല്ലേ, നമ്മൾ പറയുന്ന 2000, ആ 2000-ൻ്റെ പിറവി സമയത്ത്, അതിന് മുൻപുള്ളവർ കുറച്ച് പേരേ ഉള്ളൂ. 90-കളിലും 95-കളിലും ഒക്കെ വിശ്വാസ വഴിയിലേക്ക് വന്നവർ നമ്മുടെ ഇടയിൽ ചുരുക്കം പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ 21-ാം നൂറ്റാണ്ടിൻ്റെ പ്രൊഡക്റ്റാണ്. അങ്ങനെ പറഞ്ഞു വന്നാൽ ഈ ഇരിക്കുന്നവരെല്ലാം ന്യൂജന്മാരാണെന്ന് പറയാം. ആ അർത്ഥത്തിലാണോ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് എന്ന് പറയുന്നത്? അതായത് പെന്തക്കോസ്ത് സമൂഹത്തിനിടയിൽ ചില നവപ്രവണതകൾ വന്നു. നവപ്രവണതകൾ പെന്തിക്കോസ്തിൻ്റെ അസൽ ഡ്യൂപ്ലിക്കേറ്റിനെ നമുക്ക് കാണാൻ കഴിയുകയാണ്. ആ ഡ്യൂപ്ലിക്കേറ്റിനെ മുൻനിർത്തിക്കൊണ്ട് വിളിക്കപ്പെട്ട പേരാണ് ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ്. അത് ആഗോള വ്യാപകമായിട്ട് അങ്ങനെ തന്നെയാണ് വിളിക്കപ്പെടുന്നത്, ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ്. അവരുടെ ഐഡിയോളജിയും പെന്തിക്കോസ്തിൻ്റെ ഐഡിയോളജിയും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു കൂട്ടരെ കാണാതെ വിശ്വസിക്കുന്നവർ, ഒരു കൂട്ടരെ കണ്ടു വിശ്വസിക്കുന്നവർ. അതായത് കണ്ണാലെ കാണുന്ന കാര്യങ്ങൾ തങ്ങളുടേതാക്കി മാറ്റുന്നവരാണ് ന്യൂ ജനറേഷൻകാർ. മറ്റവരങ്ങനെയല്ല. മറ്റവരെ സംബന്ധിച്ച് അവർ കാണാത്ത കാര്യങ്ങൾ വിശ്വസിക്കുന്നു. ആ കാര്യങ്ങൾക്ക് വേണ്ടി അവർ നോക്കി പാർക്കുന്നു, ആവലോടെ നോക്കി പാർക്കുന്നു. അവരൊരു നല്ല ദേശം കാംക്ഷിക്കുന്നവരാണ്. അതിലേക്കുള്ള പ്രയാണത്തിലാണ് അവർ. അത് വെളിപ്പെട്ട് വരും, താമസമില്ല. അവർ നല്ലൊരു ദേശം കാംക്ഷിക്കുന്നവരാണ്. അതിലേക്ക് താമസമില്ല, അവരതിലേക്ക് പ്രവേശിക്കും. അതാണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ രണ്ട് കൂട്ടരും ആശയപരമായി ഒത്തിരി വ്യത്യാസമുണ്ട്. ഓൾഡ് ജനറേഷൻ എന്നല്ല നമ്മൾ പറഞ്ഞതിൻ്റെ സാരം. ഇവിടെയുള്ള വ്യവസ്ഥാപിത പെന്തിക്കോസ്തുകാർ, അല്ലെങ്കിൽ ക്ലാസിക്കൽ പെന്തിക്കോസ്റ്റ് എന്നൊക്കെ വിളിക്കും, ആ പെന്തിക്കോസ്തും മറു സൈഡിലുള്ളതിനെ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവപ്രവണതകൾ ഉൾക്കൊള്ളുന്ന പെന്തക്കോസ്തിൻ്റെ ആശയങ്ങളിൽ നിന്ന് തികച്ചും വിഭിന്നമായ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണ് അവർ. രണ്ട് കൂട്ടരുടെ ചിന്തകൾക്ക് വ്യത്യാസമുണ്ട്. ഈ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്തുകാർ അഭിഷേകം എന്നുള്ള വാക്കിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അവരാണ് എപ്പോഴും നമ്മളോട് ചോദിക്കുന്നത്, ചെങ്കടൽ എന്നാ പിളർത്തുന്നതെന്നൊക്കെ ചോദിക്കുന്നത്. യോർദാൻ അവിടെ നിന്ന് തിരിച്ചൊഴുക്കുവോ, കുമ്പനാട് സൈഡിലേക്ക് ഒഴുക്കുവോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇതിനൊക്കെ എന്താ മറുപടി പറയുക? അപ്പോൾ അവർ ഇങ്ങനെയുള്ള ഈ മായാലോകത്താണ്, ഒരു മായാലോകത്താണ് അവർ ജീവിക്കുന്നത്. മായാലോകത്താണ് ജീവിക്കുന്നത്. അതേസമയം പെന്തക്കോസ്തുകാരെ സംബന്ധിച്ച് അവർ ശഠിക്കുന്ന കാര്യം വചനത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. വചനത്തിൽ നിലനിൽക്കുക. നിങ്ങളെൻ്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങളെൻ്റെ ശിഷ്യരായി എന്നുള്ളതാണ്. ശിഷ്യത്വമാണ് നമ്മുടെ മുഖ്യ വിഷയം, ശിഷ്യത്വം. അപ്പോൾ ആ ശിഷ്യത്വത്തിന് വചനത്തിൽ നിലനിൽക്കണം. വചനത്തിൽ നിലനിന്ന് ആത്മാവിനെ അനുസരിക്കണം. സകല കാര്യത്തിലും ആത്മാവിനെ അനുസരിക്കണം. അപ്പോൾ വചനത്തിൽ നിലനിന്ന് ആത്മാവിനെ അനുസരിച്ചു പോകുമ്പോൾ ആത്മാവ് നമ്മെ നയിക്കുന്ന രീതിയിൽ മുൻപോട്ട് പോകാൻ ഉത്സാഹിക്കും. നമ്മുടെ ആഗ്രഹപ്രകാരം എനിക്കിപ്പോൾ മരിച്ചവരെ ഉയർപ്പിക്കണം, എനിക്കിപ്പോൾ ഭൂതങ്ങളെ പുറത്താക്കണം, എനിക്കിപ്പോൾ ചെങ്കടൽ ഇവിടെ കൊണ്ടുവരണമെന്നൊന്നും അങ്ങനെയൊന്നുമല്ല. പരിശുദ്ധ ആത്മാവ് നമ്മെ എങ്ങനെ നയിക്കുന്നോ ആ രീതിയിൽ മുൻപോട്ട് പോകുക. എപ്പോഴും വചനത്തിൽ നിലനിൽക്കുക. അതിന് മറ്റൊരു ഭാഷയും കൂടെ പറയാം. ഇവർ പറയുന്ന ഈ അഭിഷേകത്തോട് നമുക്ക് യോജിപ്പില്ലാത്തതിൻ്റെ കാരണം ഇവർ എവിടെ നിന്നൊക്കെയോ അഭിഷേകം പ്രാപിക്കുകയാണ്. നമ്മൾ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. അതായത് അഹരോൻ്റെ തലയിൽ നിന്ന് താടിയിലൂടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലൂടെ ഒഴുകി അത് പാദം വരെ എത്തുകയാണ് അഭിഷേക തൈലം. എവിടെയാ? 133-ാം സങ്കീർത്തനത്തിൽ മഹാപുരോഹിതനായ അഹരോൻ്റെ തലയിൽ നിന്ന് താടിയിലൂടെ അങ്ങ് ഒഴുകുകയാണ് താഴേക്ക്, ശിരസിൽ നിന്ന് അങ്ങ് ഒഴുകുകയാണ്. ഈ കാര്യം നമ്മൾ എങ്ങനെയാണ് പുതിയ നിയമത്തിൽ കാണുന്നത്? ഇവിടെ മഹാപുരോഹിതൻ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ. യേശുക്രിസ്തുവിനെയാണ് അഭിഷിക്തൻ എന്ന് വിളിക്കുന്നത്, വേറെ ആരെയല്ല വിളിക്കുന്നത്. യേശുക്രിസ്തുവാണ് ശരിയായ അഭിഷിക്തൻ.
അതായത് അഭിഷേക തൈലം തലയിൽ വീണവൻ. ആ അഭിഷേക തൈലം തലയിൽ നിന്ന് താടിയിലൂടെ താഴേക്ക് അങ്ങനെ ഒഴുകി വരുമ്പോൾ, അതായത് സഭയാം ശരീരത്തിലേക്കാണ് അത് ഒഴുകി വരുന്നത്. സഭയാം ശരീരത്തിലേക്ക് അങ്ങനെ ഒഴുകി വരുന്നത് വേറെ എങ്ങോട്ടും ഒഴുകില്ല. അതങ്ങനെ ശരീരത്തിലേക്കാണ് ഒഴുകുന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവരാജ്യത്തിൽ വന്നു, അതായത് ക്രിസ്തുവിനോട് ചേർന്നു എന്ന് പറഞ്ഞാൽ പോരാ, അടുത്തപടി പറ്റിച്ചേരണം. ശിരസ്സുമായി പറ്റിച്ചേരണം. ശിരസ്സുമായി പറ്റിച്ചേരുകയും, അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ നമ്മളെ എവിടെയാണോ പ്ലേസ് ചെയ്യാൻ സ്വർഗം ആഗ്രഹിക്കുന്നത് ആ ഭാഗത്ത് നമ്മൾ പറ്റിച്ചേരണം. അതിനുവേണ്ടി ശുശ്രൂഷകരെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്, നമ്മിൽ പണികൾ നടത്താൻ പാകത്തിന്, നമ്മളെ ഒരുക്കാൻ പാകത്തിന്. അങ്ങനെ ശരീരത്തിൻ്റെ ഭാഗമായി ചേർന്ന് വരുമ്പോൾ ഈ അഭിഷേക തൈലം അങ്ങനെ ഒഴുകി വന്ന് ആ അവയവത്തിലേക്ക് അതിൻ്റെ പ്രവാഹം കടന്നു വരും. അങ്ങനെയാണ് ആ അഭിഷേകത്തിൻ്റെ നിലയിലേക്ക് വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ശിരസിനോട് ചേർന്നിരിക്കണം, എന്നുവെച്ചാൽ ക്രിസ്തുവിനോട് ചേർന്നിരിക്കണം. കുറച്ചുകൂടെ പറഞ്ഞാൽ വാചനത്തിൽ നിലനിൽക്കണം, അല്ലേ? കുറച്ചുകൂടെ കടത്തി പറഞ്ഞാൽ വചനത്തിൽ നിലനിൽക്കണം. അങ്ങനെ വചനത്തിൽ നിലനിന്ന് അഭിഷേകത്തിൻ്റെ ഭാഗമായി അത് നമ്മൾ അനുഭവിക്കണം. അങ്ങനെ നമ്മുടെ ശുശ്രൂഷാ ജീവിതം, ക്രിസ്തീയ ജീവിതം ധന്യമാക്കണം. അതിന് പകരം എതിലെങ്കിലുമൊക്കെ ഓടി നടന്നിട്ട് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുന്ന അഭിഷേകമൊക്കെ പ്രാപിച്ചുകൊണ്ട് വന്നിട്ട് ഇപ്പോൾ തകർക്കും തരിപ്പണമാക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മോനെ, അതിനൊന്നും സല്യൂട്ട് ചെയ്യാൻ നമുക്ക് കഴിയില്ല. അതിനെയാണ് നമ്മൾ ന്യൂ ജനറേഷൻ പെന്റിക്കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ പറയുന്ന അഭിഷേകമൊക്കെ ചലിക്കുന്നത് വചനപ്രകാരമല്ലേ? വചനത്തിൻ്റെ വ്യവസ്ഥയിലാണ് ശരിയായ അഭിഷേകം ചലിക്കുന്നത്. പരിശുദ്ധാത്മാവിലുള്ള ചലനം വെളിപ്പെടുന്നത് അങ്ങനെയാണ്. അതല്ലാതെ വചനം വിട്ടിട്ട് അങ്ങനെ ഒരു ചലനത്തിലേക്ക് കടന്നു പോകാൻ കഴിയില്ല. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഒരു മറുപടി പറഞ്ഞു വരികയാണ്. ഓൾഡ് ജനറേഷനും ന്യൂ ജനറേഷനും അല്ല പറഞ്ഞു വന്നത്. ഇവിടെ ഉണ്ടായിരുന്ന പെന്തിക്കോസ് സമൂഹവും ഇപ്പോൾ പുതുതായി രംഗത്ത് വന്ന നവപ്രവണതകൾ ഉൾക്കൊള്ളുന്ന ആ ഒരു വലിയ സമൂഹം, ആ സമൂഹത്തിൻ്റെ ആശയങ്ങളും രീതികളും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഇവിടെ പെന്തിക്കോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അവിടെയും തെറ്റിദ്ധാരണകൾ വരികയാണ്. ഞാനിതൊക്കെ പ്രസംഗിച്ചപ്പോൾ എന്നോട് ആളുകൾ ചോദിക്കുന്ന ചോദ്യം, മിസ്റ്റർ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കുമ്പനാടിനെയാണോ, മുളക്കുഴയാണോ, അതോ പുനലൂരിനെയാണോ, അതെയോ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. സഹോദരങ്ങളെ, പെന്തക്കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതായത് പെന്തക്കോസ്റ്റ് സമൂഹത്തിൽ ഏറ്റവും പ്രബലമായ ചില ഓർഗനൈസേഷൻസ് ആണ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഉള്ളത്. അതിന് നേതൃനിരയിലൊക്കെ ഇരിക്കുന്ന ആളുകൾ, സീനിയർ ആയിട്ടുള്ള ആളുകൾ, അവരിൽ പലരും അവർ ഈ ആയുസിൽ മരിക്കുന്നതിന് മുമ്പ് ഒരു കസേരയിൽ നിന്ന് ഇരുന്നിട്ട് മരിക്കണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി നെട്ടോട്ട് ഓടുന്നവരാ. അവരുടെയൊക്കെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് അഭിലാഷങ്ങൾക്കൊക്കെ വേണ്ടി പോയാൽ മരിക്കും നിശ്ചയമെന്നൊക്കെ. എന്നാൽ അവർ അത് ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, ജീവിക്കുന്ന കാലത്ത് എനിക്ക് ഒരു ജനറൽ പ്രസിഡൻറ്റോ സൂപ്രണ്ടൻറ്റോ ഏതെങ്കിലുമൊക്കെ അറ്റ്ലീസ്റ്റ് എനിക്ക് കൗൺസിലിങ്ങിൽ ഒന്ന് എത്തിച്ചേർന്നാൽ, ഒന്ന് എത്തി നോക്കിയാലെങ്കിലും മതി, എന്നിട്ട് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുക. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ മരണം സംഭവിച്ചാലോ, മരണം മീൻസ് ആത്മീയമായി മരിച്ചു പോയാലോ, അല്ലെങ്കിൽ ജഡത്തെ അനുസരിച്ച് നടന്ന് ഇങ്ങനെ പൊളച്ച് മതിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ തീർന്നു പോയാലോ? എന്നാലും വേണ്ടില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു സീനിയർ പാസ്റ്റർ എനിക്ക് അടുപ്പമുള്ളൊരു ദേവദാസനോട് പറഞ്ഞതാ, മോനെ, ഇലക്ഷൻ ഇന്ന ദിവസമാണ്, നീ എനിക്ക് വോട്ട് ചെയ്യണം. ഇപ്പം അദ്ദേഹം വിദേശത്തായിട്ടോ, ഇപ്പം അദ്ദേഹം വിദേശത്തെത്തി. അദ്ദേഹം ഒരു നല്ല പാനലിൻ്റെ വക്താവാണ്, അതുകൊണ്ട് വിദേശത്തെത്തിപ്പെട്ടതാണ്. അപ്പോൾ നീ എനിക്ക് വോട്ട് ചെയ്യണം, കാരണം എനിക്ക് ഒരു പദവിയും ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ കേട്ട ജൂനിയർ പാസ്റ്റർ, തീർത്തും ജൂനിയർ അല്ല, എന്നാൽ ഈ പ്രായത്തിൽ എളുപ്പമുള്ള അദ്ദേഹം ഞെട്ടിപ്പോയി. കാരണം ഒരു പദവിയില്ലാതെ എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ വലിയൊരു പദവിയല്ലേ ലഭിച്ചിരിക്കുന്നത്. ഞങ്ങൾ വചനധ്യാനത്തിലും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കും, മേശമേലുള്ള ശുശ്രൂഷയ്ക്ക് ഞങ്ങളില്ല, ഞങ്ങൾ മറ്റിടപാടുകൾക്കൊന്നുമില്ല, ഞങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഉത്സുകരായിരിക്കും, ഞങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഇതിലാണ് എന്നല്ലേ അപ്പോസ്തലന്മാർ പറഞ്ഞത്. വലിയ പദവിയല്ലേ അത്. തൻ്റെ സഭയെ ശുശ്രൂഷിക്കാനുള്ള തെരഞ്ഞെടുപ്പ്, ആ 5 വിധ ശുശ്രൂഷകരുടെ ഗണത്തിലേക്ക് വിളിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് തന്നെ, അത് ഞാൻ തികഞ്ഞ അഭിമാനത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇത്രയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുവാൻ, ദൈവത്തിൻ്റെ വചനം ഘോഷിക്കുവാൻ, പുതിയ നിയമ സഭയുടെ ഭാഗമായിരിക്കുവാനൊക്കെ ലഭിക്കുന്നത് ഭാഗ്യപദവിയാണ്. അതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. എൻ്റെ യോഗ്യത എന്തെന്ന് ചോദിച്ചാൽ അതെൻ്റെ അയോഗ്യത തന്നെയാണ്. കൃപയാൽ ഈ ഒരു പദവിയിലേക്ക് കടന്നു വന്നു. കരുണ ലഭിച്ചിട്ട് എന്നാണ് പൗലോസ് പറയുന്നത്. കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷയിലേക്ക് വിളിക്കപ്പെടുകയാണ് ചെയ്തത്. അതൊരു ഭാഗ്യാവസ്ഥയല്ലേ.
അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ പറയുന്നത് എല്ലാം വെച്ചിട്ടല്ല സഹോദരങ്ങളെ ഞങ്ങൾ പെന്തിക്കോസ്ത് എന്നുള്ള ആ ഒരു ഡെഫിനിഷൻ കൊണ്ടുവരുന്നത്. അതെങ്ങനെയാണ് കൊണ്ടുവരുന്നത്? അതായത് പെന്തക്കോസ്തിന് ഒരു ആശയമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആശയം എങ്ങനെയാണ്? പാപിയായൊരു മനുഷ്യൻ സുവിശേഷം കേട്ട് നിത്യനായ ദൈവത്തോട് നിരക്കുകയാണ്. അല്ലെങ്കിൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടന്ന ഒരുവൻ കേട്ട സുവിശേഷം കൈക്കൊണ്ട് അവൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ വിശ്വാസത്താലുള്ള നീതീകരണം, കൃപയാലുള്ള രക്ഷ സൗജന്യമായി ആസ്വദിക്കുന്ന ഒരു അനുഭവം. അപ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുക. അടുത്തപടി അവനെ രക്ഷിച്ചവനോട് ചേരുക, അല്ലെങ്കിൽ നീതീകരിച്ചവനോട് ചേരുക. അതിനാണ് വിശ്വാസ സ്നാനം എന്ന് പറയുന്നത്. എങ്ങനെയാ? രക്ഷിച്ചവനോട് ചേരുന്നൊരവസ്ഥയല്ലേ അത്? അങ്ങനെ രക്ഷിച്ചവനോട് ചേർന്നൊരു വിശുദ്ധ ജീവിതം നയിച്ച് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം ആചരിക്കുകയാണ്. അങ്ങനെ മരണം വരെ വിശുദ്ധ ജീവിതം നയിക്കുന്നു. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഉയരത്തിലെ ശക്തി ധരിക്കണം. ആത്മസ്നാനത്തിൻ്റെ അനുഭവത്തിലേക്ക് വരണം. അങ്ങനെ ക്രിസ്തീയ ജീവിതത്തിൽ പടിപടിയായി മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ആ വിശുദ്ധ ജീവിതത്തിൽ ആത്മനിറവിൻ്റെ അനുഭവത്തിൽ സ്വർഗീയ മർമ്മങ്ങളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ വെളിപ്പാടുകളെ പ്രാപിച്ചുകൊണ്ട്, ആത്മനിറവിൽ ആരാധിച്ചുകൊണ്ട് അങ്ങനെ മുൻപോട്ട് വരികയാണ്. കർത്താവിൻ്റെ സാക്ഷിയാകുകയാണ്. ഇങ്ങനെയൊക്കെ ആരാരെല്ലാം ഈ ഭൂമിയിലുണ്ടോ അവരെയൊക്കെയാണ് നമ്മൾ പെന്തിക്കോസുകാരെന്ന് വിളിച്ചത്. നിങ്ങൾ തെറ്റിദ്ധരിച്ചു. അത് നിങ്ങളുടെ കുഴപ്പം, എൻ്റെ കുഴപ്പമല്ല. ഈ ഒരു അനുഭവത്തിലൂടെ പോകുന്നവർ ആരാരെല്ലാമാണോ അവരെയെല്ലാം ഞാൻ പെന്തിക്കോസുകാരെന്ന് വിളിക്കും. വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച് വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിച്ച് പിന്നെ മുൻപോട്ടുള്ള യാത്ര മുഴുവനും വിശ്വാസയാത്രയാണ്. എവിടേക്ക് പോകുന്നു എന്നറിയാതെ അബ്രഹാം ഇറങ്ങിത്തിരിക്കലില്ലേ, അതിന് തത്തുല്യമായൊരു യാത്രയാണ്. എവിടേക്ക് പോകുന്നു എന്നൊന്നും പിടിയില്ല, കർത്താവ് നടത്തുന്നു. പാട്ടുകാരൻ പറഞ്ഞതുപോലെ അടുത്ത ചുവട് എന്തെന്ന് പോലും അറിയില്ല. ഇനി മുൻപോട്ടേ അടുത്ത ചുവടെന്തെന്നൊന്നും ഒരു പിടിയില്ല. അതൊന്നും വിഷയമല്ല. ഇവിടെ വിളിച്ചത് ആരാണെന്ന് നല്ല ബോധ്യമുണ്ട്. ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ആരെയാണെന്നുള്ളൊരു ബോധ്യമുണ്ട്. അങ്ങനെ മുൻപോട്ട് പോകുമ്പോഴാണ് ഈ പറയപ്പെട്ട വിശുദ്ധ ജീവിതവും അത് ജയാളികളുടെ സംഘത്തോടുകൂടെ, ഓവർകമേഴ്സിൻ്റെ കൂട്ടത്തിൽ, അങ്ങനെ ജയാളികളുടെ സംഘത്തിൽ ചേരുകയാണ്. അല്ലേ? ഒട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണെങ്കിലും ഒത്തിരി പേര് പലതും കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നട്ടം തിരിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ മുന്നിലേക്ക് നോക്കി അങ്ങും ഇങ്ങും നോക്കാതെ നല്ല പോരാട്ടം പോരാടി ഓട്ടം ഓടി പോകുന്നവരുണ്ട്. അവരെ പലരും ശ്രദ്ധിക്കില്ല. പകരം അവിടെ ഒരുത്തൻ ടയർ പഞ്ചറായി കിടപ്പുണ്ട്, അല്ല ഇവിടെ ഒരാളുടെ ഗിയർ ബോക്സ് പോയി കിടപ്പുണ്ട്. അതെന്തിനാന്നേ അധികം നോക്കുന്നേ? ഇവിടെ നല്ല പോരാട്ടം പോരാടി ഓട്ടം ഓടിയിടുന്നവരുണ്ടല്ലോ, വിശുദ്ധ ജീവിതം നയിക്കുന്നവരുണ്ടല്ലോ, പരമവിളിയുടെ ലാക്കിലേക്ക് ഉന്നം വെച്ച് ഓടുന്നവരുണ്ടല്ലോ. നിങ്ങളെന്താ അവരെയൊന്നും നോക്കാത്തത്? അവർ കൊടുക്കുന്ന വില കണ്ടോ? അവർ വില കൊടുത്ത് ഓടുന്നവരാണ്. അവർ പ്രാപിക്കാമോ എന്ന് വെച്ച് ന്യൂജന്മാർ പറയില്ലേ, പ്രാപിച്ചോ എന്ന്. ഓടിവാ മുമ്പോട്ട് വാ, പ്രാപിച്ചോ എന്നാ പിടിച്ചോ. ആ പിടുത്തവും വലിയൊന്നുമല്ല. ഇവിടെ വചനത്തിലൂടെ ഒരുക്കുകയാണ് വിശുദ്ധന്മാരെ ഒരുക്കുകയാണ്. ചുമ്മാ അങ്ങനെ പ്രാപിക്കാനല്ലോ പറ്റുമോ? അങ്ങനെയൊന്നും പ്രാപിക്കലല്ല ഈ പറയുന്നത്. അപ്പം വചനത്തിലൂടെ അങ്ങനെ മുന്നേറ്റം നടത്തുകയാണ്. അങ്ങനെയാണ് അവർ ആ ഒരുക്കത്തിലേക്ക് വരുന്നത്. അങ്ങനെയാണ് അവർ ജയാളികളുടെ സംഘത്തിലേക്ക് വരുന്നത്. ഈ ആളുകളെ എല്ലാം ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ പെന്തിക്കോസ്തുകാരെന്ന് പറയുന്നത്. അവരെയാണ് ക്ലാസിക്കൽ പെന്തിക്കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അവരെയാണ് വ്യവസ്ഥാപിത പെന്തിക്കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അവർ ഈ പറയപ്പെടുന്ന സ്ഥലത്തെ ഓർഗനൈസേഷനുകളിലൊന്നും മെമ്പർഷിപ്പ് ഉള്ളവരായിരിക്കണമെന്നില്ല. അവർ സ്വതന്ത്രമായി മുൻപോട്ട് പോവുകയായിരിക്കും. അപ്പോൾ തന്നെ അവർ സഭയാം ശരീരത്തിൻ്റെ ഭാഗമാണ്, സാർവത്രിക സഭയുടെ ഭാഗമാണ്. സത്യവചനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഏതൊരു ദൈവദാസനോടും ഏതൊരു ദൈവവൈതലിനോടും അവരെവിടെയും കൂട്ടായ്മ ആചരിക്കും. അവർക്ക് അങ്ങനെ അതിർവരമ്പുകളൊന്നുമില്ല, ഇന്ന കൂട്ടങ്ങളൊന്നും അങ്ങനെയൊന്നുമില്ല. ആരാരെല്ലാം കർത്താവിനെ ഭയപ്പെടുന്നു, ആരാരെല്ലാം അനുദിനം ക്രൂശ് എടുക്കുന്നു, ആരാരെല്ലാം നുകത്തിൻ കീഴിൽ പാർക്കുന്നു. നുകത്തിൻ കീഴിൽ ഒരു ജീവിതം ഉണ്ടെന്നേ. അങ്ങനെ നുകത്തിൻ കീഴിൽ ഇരുന്ന് കർത്താവിനോട് കേട്ട് പഠിച്ച് അങ്ങനെ മുൻപോട്ട് പോകുന്നവർ ആരാരെല്ലാം ഉണ്ടോ അവരോടൊക്കെ ഇവർ സഹകരിക്കും. അതിന് പ്രത്യേകിച്ച് വേറെ കഥയൊന്നുമില്ല. അവരെല്ലാം ദൈവമക്കളല്ലേ. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ എന്തൊരു ഭാഗ്യപദവിയാ. അങ്ങനെ ആ ഭാഗ്യപദവിയിലേക്ക് വന്നവരെല്ലാം ഒരപ്പൻ്റെ മക്കളല്ലേ, അല്ലാതെ പല അപ്പന്മാരുടെ മക്കളാണോ? ഒരപ്പൻ്റെ മക്കളാ. അവർക്ക് ശബ്ദങ്ങളെ തമ്മിൽ തിരിച്ചറിയാൻ കഴിയും, പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. നമ്മൾ ചില സമയത്തൊക്കെ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ കേട്ടിട്ട് ചില മനുഷ്യർ തൽക്ഷണം റെസ്പോണ്ട് ചെയ്യും. ചിലപ്പോൾ വിളിക്കുകയോ അല്ലെങ്കിൽ അവരുടെ മെസ്സേജ് അവിടെ കമൻസിലൊക്കെ രേഖപ്പെടുത്തും. കാരണം അവർ സത്യപാതയിലേക്ക് ഇറങ്ങി തിരിച്ച കാലഘട്ടത്തിൽ കേട്ട കാര്യങ്ങളോ അനുഭവിച്ച കാര്യങ്ങളോ അതൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും മെസ്സേജിലൂടെ കേൾക്കുന്നത്. പെട്ടെന്ന് ഉള്ളിലൊരു കത്ത്
പിന്നെ ഒരു കത്ത് കത്തും. ചിലപ്പോൾ എങ്ങാനും ഒന്ന് മുനിഞ്ഞ് കത്തുന്ന സമയമായിരിക്കും. അപ്പോൾ ഒരു ആളിക്കത്തലിലേക്കൊരു കത്ത് വരും. അതായത് എമൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഉള്ളം കത്തിച്ച് അവരെ തിരിച്ചയച്ചില്ലേ യെരൂശലേമിലേക്ക് എന്ന് പറഞ്ഞതുപോലെ ചിലപ്പോൾ കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിലൊരു കത്ത് കത്തും. അതായത് മുന്നമേ കണ്ടിട്ടൊന്നുമില്ല, ഈ കേൾവിക്കാരൊന്നും നമ്മളെ ഒന്നും മുന്നമേ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല, ഒന്നും അറിയില്ല. പെട്ടെന്ന് നടാടെ കേൾക്കുന്നതാണ്. അങ്ങനെ കേൾക്കുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് ആ കത്തകത്ത് വരികയാണ്. മറിയ എലിസബത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ എലിസബത്തിൻ്റെ ഉള്ളിൽ പിള്ള തുള്ളി എന്ന് നമ്മൾ വായിക്കുന്നില്ലേ, അതുപോലെയാണ് വിശുദ്ധന്മാർ തമ്മിൽ ആ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് തിരിച്ചറിയാൻ കഴിയും. കാട്ടുപ്രാക്കൾ സംഘത്തിന് കേട്ടാൽ തിരിച്ചറിയാൻ കഴിയും. ഇത് ഞങ്ങൾക്കുള്ള ഭക്ഷണവുമായി ഞങ്ങളുടെ യജമാനൻ അയച്ചിരിക്കുന്ന വ്യക്തിയാണ്, അദ്ദേഹത്തിൽ ഞങ്ങൾ കേൾക്കേണ്ടതുണ്ട്, ഇത് ഞങ്ങൾക്കുള്ള ഭക്ഷണമാണ്. അതേസമയം പന്നികൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണമായിട്ട് വേറൊരാളതിൽ പോകുമ്പോൾ വേറെ ചില പ്രാക്കൾ അതൊക്കെ കയറി കൊത്തിപ്പറിച്ച് തിന്നാറുണ്ട്. അത് ശരിയായ പ്രാക്കളല്ല. ശരിയായ പ്രാക്കൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും ഞങ്ങൾക്കുള്ള ഭക്ഷണം, അതായത് പ്രാക്കൾക്കുള്ള ഭക്ഷണം എപ്പോഴും ഹൈജീനിക് ആയിരിക്കണം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രാക്കൾക്കുള്ള തീറ്റയുടെ കാര്യമാണ്. അപ്പോഴാണ് ഒരു ട്രബിൾ വന്നത്. നമ്മുടെ ഇൻ്റർനെറ്റും സംവിധാനങ്ങളും ഒക്കെ ഫെയിലിയറായതും നമ്മളിപ്പോൾ തിരിച്ചു വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ അതേ കാര്യം തന്നെയാണ് നമ്മൾ തുടരുന്നതും. അതായത് പ്രാക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണം എപ്പോഴും ഹൈജീനിക് ആയിരിക്കും. അതേസമയം പന്നിക്ക് കൊടുക്കുന്ന അങ്ങനെയൊന്നും വേണമെന്നില്ല. അതെന്തെങ്കിലും വെട്ടിമുറിച്ചിട്ട് കൊടുത്താൽ മതി, അത് ഹൈജീനിക് ആകണമെന്നൊന്നുമില്ല. പന്നിയെ സംബന്ധിച്ച് ഇത്തിരി കൊഴുപ്പുള്ളതും മലീമസമായതും ഒക്കെ കിട്ടിയാൽ മതി. അതാണ് ഇന്നത്തെ കാലത്ത് സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ന്യൂ ജനറേഷൻ ഗ്രൂപ്പുകളിൽ ഈ ലോകത്തിൻ്റെ മാലിന്യം അവർ ആവോളം ഭക്ഷിക്കുന്നവരാണ്. ഈ ലോകത്തിൻ്റെ മാലിന്യം അത് ഏത് വിധത്തിലും തങ്ങളുടേതാക്കി മാറ്റാൻ അവർ അത്യധ്വാനം ചെയ്യുന്ന ആളുകളാണ്. ഏത് വിധത്തിലും അത് തങ്ങളുടേതാക്കി മാറ്റാൻ വേണ്ടി അവർ ഉത്സാഹിക്കും. അതേസമയം ഇത് തമ്മിലുള്ള അന്തരം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മേലാൽ കേൾക്കുന്നവരോടും കൂടെയാണ് ഞങ്ങൾ പറയുന്നത്. ഓൾഡ് ജനറേഷനും ന്യൂ ജനറേഷനും അല്ല പറഞ്ഞു വരുന്നത്. അതായത് ഇവിടുത്തെ വ്യവസ്ഥാപിത പെന്തിക്കോസ് സമൂഹവും അതേസമയം തന്നെ ഈ കാലഘട്ടത്തിൽ ഉദയം ചെയ്തിരിക്കുന്ന ഒരു പെന്തക്കോസ് ഗ്രൂപ്പുകളുണ്ട്. അതായത് പെന്തക്കോസ്റ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്. ഈ പെന്തക്കോസ്റ്റിൻ്റെ പല രീതികളും അവർ അനുവർത്തിക്കുന്നു, എന്നാൽ അടിസ്ഥാനപരമായ തത്വങ്ങളിൽ നിന്ന് അവർ വ്യതിചലിക്കുന്നു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരെ സ്നാനപ്പെടുത്തുക എന്നുള്ളതിന് പകരം അവരുടെ ശുശ്രൂഷകരുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിനാൽ ആളുകൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡെലിവറൻസുകൾ കൊടുക്കും, വിടുതലുകൾ കൊടുക്കും. ആ വിടുതലുകളിൽ മനം മയങ്ങി ആളുകൾ ഇവരുടെ കൂട്ടത്തിലേക്ക് വരും. വരുന്നവരെല്ലാവരും മീനിച്ചിലാറ്റിൽ ഇറക്കും. ഇങ്ങനെ വിടുതലൊക്കെ കിട്ടി വരുന്നവരെല്ലാം പിടിച്ച് മീനിച്ചിലാറ്റിൽ ഇറക്കി കയറ്റിക്കൊണ്ട് വരും. എന്നിട്ട് പറയും ഇതും പെന്തിക്കോസാന്ന് പറയും. എവിടെ പെന്തിക്കോസ്? 1000 എണ്ണം വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ 500 പിരിഞ്ഞു പോവുക. 1000 പേര് വെള്ളത്തിലേക്ക് ഇറങ്ങിയെന്ന് കൂട്ടിക്കോ, അതിൽ 500ഉം പല വഴിക്ക് ചിഹ്നഭിന്നമായി പിന്നെ തിരിച്ചു പോവും. പിന്നെയും പുതിയൊരു 1000 വരും. അവരെ സംബന്ധിച്ച് ഇങ്ങനെ പുതുതായിട്ട് വരുന്നവരെ സ്നാനപ്പെടുത്തും, അവരുടെ സംഘത്തിൻ്റെ ഭാഗമാക്കി മാറ്റും. അതിൽ നിന്ന് കുറേ ആൾക്കാർ കുറേ കഴിയുമ്പോൾ അവർക്ക് ഉദ്ദേശിച്ച കാര്യം നടക്കാതെ വരുമ്പോൾ അവരവരുടെ പാട്ടിന് പോകും. ഈ അടുത്തിടയ്ക്ക് തന്നെ എനിക്കറിയാവുന്ന ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട അവരുടെ അയൽവാസി, അവരുടെ പരിചയക്കാരുമായ ഒരു കൂട്ടര് ഇതുപോലെ സമുദായ സഭയിൽ നിന്ന് ഇറങ്ങി ഈ പറഞ്ഞൊരു കൂട്ടത്തിൽ ചെന്നതാണ്. അവരവിടെ കുറച്ച് മാസങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ ഉദ്ദേശിച്ച കാര്യമൊന്നും നടന്നില്ല. അവർ തിരിച്ചാൽ പഴയ സ്ഥലത്തേക്ക് പോയി. അങ്ങനെ എത്രയോ പേരാണ് പോകുന്നത്. അപ്പോൾ പെന്തക്കോസ്റ്റിൽ നിന്ന് അങ്ങനെ പോകുന്നില്ലെന്ന് ചോദിച്ചാൽ പെന്തക്കോസ്റ്റിലും ഇതുപോലെയുള്ള സ്നാനങ്ങളായി നിന്ന് നടക്കുന്നത്. ഞാൻ അതിലേക്കാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. പെന്തക്കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ പെന്തക്കോസ്റ്റിലും ഈ ഞാൻ ആദ്യം പറഞ്ഞ ആ മാതൃക പിൻപറ്റിയില്ലെങ്കിൽ അതും ഒരു ന്യൂ ജനറേഷൻ സ്വഭാവമായിട്ട് മാറുകയല്ലേ. പറയുമ്പോൾ പെന്തക്കോസ്റ്റ് എന്ന് പറയും, പക്ഷെ ചെയ്യുന്ന പ്രവൃത്തി ന്യൂ ജനറേഷൻ്റെ പ്രവൃത്തിയായിരിക്കും. വിശ്വാസത്താലുള്ള നീതീകരണം സംഭവിക്കാതെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, ചില വിടുതലുകളൊക്കെ സംഭവിക്കാം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ. ആ കാര്യങ്ങളുടെ പേരിൽ അവരെ പിടിച്ച് സ്നാനപ്പെടുത്തി വിടും. അവരെ ഇരട്ടി നരകത്തിന് യോഗ്യരാക്കും. അതായത് കരയും കടലും താണ്ടി പോവുകയാണ് മതത്തിൽ ചേർക്കാൻ, എന്നിട്ട് ഇരട്ടി നരകത്തിന് യോഗ്യരാക്കും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടു കൂട്ടരും മത്സരമാണോ എന്ന് ചോദിച്ചാൽ ചെറിയ തോതിൽ അങ്ങനെയും പറയാം. പക്ഷേ അതിൽ ന്യൂ ജനറേഷൻകാരാണ് വിജയിക്കുന്നതെന്ന് മാത്രം. ഇവർക്ക് വല്ല കാലത്തും ഒരാളെ കിട്ടുന്നത് മുക്കാനായിട്ട്. അവരെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവരുടേത് പളപളപ്പുള്ള ഒരു അനുഭവമാണല്ലോ. ലൈറ്റും പുകയും അവിടെയല്ലേ ഉള്ളത്. ഇവർ ലൈറ്റും പുകയൊക്കെ ഇടാനായിട്ട് ഇപ്പോൾ കോട്ടയത്ത് ശ്രമിച്ചല്ലോ. ഇവരും കൂടെ ചേർന്നാണ് ലൈറ്റും പുകയൊക്കെ ഇട്ടത്. അതായത് ഇവർ ലൈറ്റ് ഇട്ടു, മിന്നിക്കുന്ന ലൈറ്റേ. മറ്റേ ന്യൂജൻകാർ പുക അവർ കോൺട്രിബ്യൂട്ട് ചെയ്തു. നിങ്ങൾ സാധാരണ കണ്ടിട്ടില്ലേ ചില ചർച്ചുകളിലൊക്കെ സ്പെഷ്യൽ പ്രോഗ്രാമൊക്കെ നടക്കുമ്പോൾ സൂസമ്മ ചമ്മന്തി അരച്ചുകൊണ്ട് വരുന്നു.
മറിയക്കുട്ടി മോര് കറി ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു, ത്രേസ്യ അമ്മ മീൻ വറുത്തോണ്ട് വരുന്നു, അല്ലെ മറ്റേ ആൾ അങ്ങനെ കൊണ്ടുവരുന്നു. ഓരോരുത്തർ കോൺട്രിബ്യൂട്ട് ചെയ്യാന്ന് പറയും, കോൺട്രിബ്യൂട്ട് ചെയ്യുക, ഓരോരോ കോൺട്രിബ്യൂഷൻ. അതുപോലെ തന്നെ ലൈറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ, ജീവൻ ഏതാണ്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ പെന്തിക്കോസ്തിൻ്റെ വക, ലൈറ്റ് മിന്നിക്കുന്ന അവരുടെ വക കോൺട്രിബ്യൂഷൻ. പുക, വിവിധ കളറിലുള്ള പുക പൊക്കുന്നത് ന്യൂ ജനറേഷൻ പെന്തിക്കോസ്ത്. രണ്ടുപേരും കൂടെ ഒരുമിച്ചങ്ങ് കൂടി. അവരൊരുമിച്ച് കൂടിയ കാര്യത്തെക്കുറിച്ച് ഇപ്പം ഞാൻ ഒരു വാക്യത്തിലൂടെ അതങ്ങ് പൂർത്തീകരിക്കാം. അതിനു മുമ്പ് ഈ പറഞ്ഞതൊന്നങ്ങ് തീർത്തോട്ടെ. അതായത് ചിലരുടെ ചോദ്യം ഉണ്ടല്ലോ, ന്യൂ ജനറേഷനും ഓൾഡ് ജനറേഷനും ഒക്കെ. അപ്പോൾ ന്യൂ ജനറേഷനും അല്ല ഓൾഡ് ജനറേഷനും അല്ല, രണ്ട് ആശയങ്ങളാണ് പങ്കുവെച്ചത്, വ്യവസ്ഥാപിത പെന്തിക്കോസ്തും ന്യൂ ജനറേഷൻ പെന്തിക്കോസ്തും. അത്രയും ഗ്രഹിക്കുക. പിന്നെ അടുത്തൊരു കാര്യം കൂടെ പറഞ്ഞാൽ, അതായത് ചിലർ പറയുമ്പോൾ പാരമ്പര്യ പെന്തിക്കോസ് എന്ന് പറയും. അങ്ങനെ ഒരു പെന്തിക്കോസ് ഉണ്ടോ? പാരമ്പര്യ പെന്തിക്കോസോ? നമ്മൾ പാരമ്പര്യത്തിനാണോ ഊന്നൽ കൊടുക്കുന്നത്? അതായത് ഇവിടെ വ്യവസ്ഥാപിത പെന്തിക്കോസ്റ്റ് എന്ന് പറയുന്ന ആ സമൂഹം ഒരു ഐഡിയോളജി കീപ്പ് ചെയ്യുന്നുണ്ട്, ഒരാശയം കീപ്പ് ചെയ്യുന്നുണ്ട്. ആ ആശയത്തെയാണ് ഞാൻ മുൻനിർത്തുന്നത്. വിശ്വാസത്താലുള്ള നീതീകരണം, ആ കാര്യത്തിൽ അവർ ശാഠ്യം പിടിക്കും. വിശ്വാസ സ്നാനം, വിശുദ്ധ ജീവിതം, അതിനിടയിൽ വേർപാടിനെക്കുറിച്ച് ശക്തമായി പ്രഘോഷിക്കും. അതൊക്കെ പറയാൻ പ്രാപ്തരായവർ ഇന്നും പെന്തിക്കോസിലുണ്ടെന്നേ. അയ്യോ, എല്ലാം ചത്തു തീർന്നിട്ടില്ല, ഇന്നുമുണ്ട്. വളരെ സമഗ്രമായി പഠിപ്പിച്ചിരിക്കും ആ കാര്യങ്ങൾ, സമഗ്രമായി പഠിപ്പിച്ചിരിക്കും. കണ്ണടഞ്ഞു പോയ ഒത്തിരി അഗ്നിനാവുള്ളവരുണ്ട്. പണ്ട് അഗ്നിനാവ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അവരുടെ കണ്ണൊക്കെ അടഞ്ഞു പോയി. ന്യൂജന്മാരുടെ കൂട്ടത്തിൽ ഈ ലൈറ്റും പുകയിലൊക്കെ പോയി, അങ്ങനെ ഈ പുകയടിച്ചിട്ടാന്ന് തോന്നുന്നു കണ്ണടഞ്ഞു പോയത്. അഗ്നിനാവെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ. പക്ഷേ മനുഷ്യന് ഉപകാരമുള്ളൊരു കാര്യം പറഞ്ഞതായിട്ട് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കേട്ടോ, ഈ അഗ്നിനാവുകാരൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ണടഞ്ഞു പോയ കൂട്ടത്തിൽപ്പെട്ട അതൊക്കെ കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞടഞ്ഞ് പോയവരുടെ കൂട്ടത്തിലാണ് ഞാൻ പെടുത്തുന്നത്. എനിക്കതിലപ്പുറം ഒന്നും പെടുത്താനായിട്ട് സാധ്യമല്ല. കാരണം കണ്ണ് തുറന്നിരിക്കുന്ന ഒരുത്തന് ഈ ഭയാനകമായ ഇതുമായിട്ടൊക്കെ കൂട്ടുചേരുക എന്ന് പറയുന്നത് ആലോചിക്കാനും കൂടെ കഴിയില്ല. സ്വപ്നത്തിൽ പോലും ആലോചിക്കാൻ കഴിയില്ല. പാരമ്പര്യ പെന്തിക്കോസ്തുകാരെന്ന് ചിലർ പറയുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പെന്തക്കോസിന് എന്താ പാരമ്പര്യം പറയാനുള്ളത്? പെന്തക്കോസിന് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പാരമ്പര്യത്തിലല്ല പെന്തക്കോസ് നിൽക്കുന്നത്, വചനത്തിലാണ് നിൽക്കുന്നത്. പെന്തക്കോസ്ത് നിൽക്കുന്നത് വചനത്തിലാണ്. വചനത്തിൽ നിൽക്കുന്നു, ആത്മാവിൻ്റെ നടത്തിപ്പിലാണ് അത് മുൻപോട്ട് പോകുന്നത്. അതിനാണ് ഊന്നൽ. അത് കാഹളം ധ്വനിക്കുന്നത് എന്നോ അന്ന് വരെ ആ കാര്യത്തിനാണ് ഊന്നൽ കൊടുക്കുന്നത്. അല്ലാതെ വ്യർത്ഥമായ പാരമ്പര്യങ്ങളിലൊന്നും അല്ല. ഏതെങ്കിലും അപ്പച്ചൻ അങ്ങനെ പറഞ്ഞു, ഏതെങ്കിലും അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു, ഇതിനൊന്നുമല്ല. നമ്മുടെ സംസാരം കേൾക്കുമ്പോൾ ചിലർക്ക് ഒരു ചിന്തയുണ്ട്, ഈ പാസ്റ്റർക്ക് എന്തോ അപ്പച്ചൻ സിൻഡ്രോം ഉണ്ടോ എന്നൊക്കെ. സഹോദരങ്ങളെ, ഓപ്പണായിട്ട് പറയട്ടെ, എനിക്കൊരു അപ്പച്ചൻ സിൻഡ്രോമും ഇല്ല. ഞാൻ അപ്പച്ചൻ സിൻഡ്രോമിൻ്റെ വക്താവുമല്ല, അപ്പച്ചന്മാരെ ഘോഷിക്കുന്നയാളുമല്ല. ഞാൻ ക്രിസ്തുവിനെ ഘോഷിക്കുന്നയാളാണ്. പിന്നെ ഈ പറയുന്ന അപ്പച്ചന്മാർ പലരും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരിൽ നിന്നാണ് പല ബാലപാഠങ്ങളും ഞാൻ പഠിച്ചത്. അതിലെനിക്ക് നന്ദിയുണ്ട്. അതിനോടുള്ള ബന്ധത്തിൽ എബ്രായ ലേഖനം 13 പറയുന്നവരെ എബ്രായർ 13:7 വായിച്ചേ. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുകയും അവരുടെ ജീവ അവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുകയും. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ എന്നാണ് പറയുന്നത്. ഞാൻ അവരെയൊക്കെ ഓർക്കാറുണ്ട്. ബാലപാഠങ്ങൾ പഠിപ്പിച്ചു തന്നു. അതുപോലെ ക്രിസ്തീയ ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം, വിശുദ്ധിയും വേർപാടും പാലിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കണമെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ശക്തമായ ബോധ്യങ്ങൾ തന്നവരാണ്. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസത്തെ അനുകരിക്കാനാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ കാര്യത്തിൽ തികഞ്ഞ അഭിമാനമാണ് എനിക്ക്. ആ കാര്യത്തിൽ എനിക്ക് തികഞ്ഞ അഭിമാനമാണ്. അഭിമാനിക്കാതിരിക്കേണ്ടതായ ഒരു കാര്യവുമില്ല. ആ ബോധ്യത്തിലും അതിലൊക്കെ നിന്നുകൊണ്ടാണ് ഞാൻ ദൈവവചനം ഘോഷിക്കുന്നത്. അല്ലാതെ അപ്പച്ചൻ സിൻഡ്രോം ഒന്നുമില്ല. ഇപ്പോൾ ഈ പെന്തക്കോസ്തിൻ്റെ ആരംഭകാലത്തെ ആളുകളെല്ലാം പരമപരിശുദ്ധന്മാരായിരുന്നു എന്നൊക്കെ ചിലർ ചോദിച്ചിരുന്നു. അതിനൊക്കെയുള്ള ഉത്തരവാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പെന്തക്കോസ്ത് മൂവ്മെൻ്റ് ആരംഭിച്ച കാലഘട്ടത്തിൽ അതിൽ ധാരാളം ഡിവിഷൻസും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്താ? 1-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച സഭയിൽ നമ്മൾ നോക്കുമ്പോൾ നിസാര വർഷങ്ങൾക്കുള്ളിൽ അവിടെ ഡിവിഷൻസ് ഉണ്ടായി. കൊരിന്തിൽ സഭ ആരംഭിച്ചിട്ട് 3-4 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ പൗലോസിൻ്റെ പക്ഷക്കാരൻ, അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ എന്നു വേണ്ട പലവിധമായ പക്ഷക്കാരവിടെ ഉണ്ടായി. അതുപോലെ പലവിധമായ ആശയങ്ങളുണ്ടായി. അവരുടെ ഇടയിലുണ്ടായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ലോകക്കാരായ ജഡ്ജസിൻ്റെ അടുക്കൽ പോയി കാര്യനിർവഹണത്തിന് ഏർപ്പെട്ടപ്പോൾ പൗലോസ് അവരെ ശാസിക്കുകയാണ്, നിങ്ങളുടെ ഇടയിൽ യോഗ്യരില്ലേ എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെയുള്ള പ്രതിസന്ധിയൊക്കെ ദൈവസഭയിലുണ്ട്.
അതായത് 1-ാം നൂറ്റാണ്ടിലും ഈ പെന്തക്കോസ്ത് മൂവ്മെൻറ്റ് മലയാളക്കരയിൽ ആരംഭിക്കുന്ന സമയത്തും ഇവിടെയൊക്കെ ഇതിലേക്ക് വന്നത് മനുഷ്യന്മാരാണ്. മനുഷ്യരൊന്നും പൂർണ്ണരല്ല, കുറവുകളുണ്ട്, ബലഹീനതയുണ്ട്, പലവിധമായ ആശയങ്ങളാണ് പലരുടെ ഉള്ളിൽ. ഒരു വാക്യത്തിൽ നിന്ന് ഒരാൾക്ക് കിട്ടിയ ഒരു ആശയമായിരിക്കണമെന്നില്ല മറ്റൊരാൾക്ക് കിട്ടുന്നത്. അപ്പോൾ അവർ തങ്ങളിൽ ചിലപ്പോൾ ഒരു ക്ലാഷൊക്കെ ഉണ്ടാകാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദിമകാലത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. പെന്തിക്കോസ്തിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ഒരു ഹൃദയ നൈർമല്യതയും ഒരു നിഷ്കളങ്കതയും സാമാന്യജനത്തിനുണ്ടായിരുന്നു. ശുശ്രൂഷയിലുള്ള വലിയ പങ്കിനും ഉണ്ടായിരുന്നു. എന്നാൽ ഈ മുൻനിരയിലൊക്കെയുള്ള പലരെയും കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ പെന്തക്കോസ്തിൽ ഭക്തന്മാരും ഉണ്ടായിരുന്നു, മിടുക്കന്മാരും ഉണ്ടായിരുന്നു. നന്നായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. തുടക്ക കാലഘട്ടം മുതൽ അതിൻ്റെ വളർച്ചാ പദങ്ങളിൽ മുൻപോട്ട് നമ്മൾ നോക്കുമ്പോൾ ഭക്തന്മാരും മിടുക്കന്മാരും ഉണ്ടായിരുന്നു. ഭക്തന്മാരെ അധികം പേരൊന്നും അറിയണമെന്നില്ല, എന്നാൽ മിടുക്കന്മാരെ ധാരാളം പേരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. മിടുക്കന്മാരും വചനവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണെന്നല്ല, അങ്ങനെയൊന്നും ധരിക്കരുത്. അവർ മിടുക്കന്മാരായിരുന്നു. അതുകൊണ്ട് അവർ മക്കളുടെ മക്കൾക്കും വേണ്ടിയൊക്കെ കരുതി വെച്ചു. അവരുണ്ടാക്കിയ ഒരു ഉപദേശം, ഒരു ആശയമാണ് 1-2 തലമുറ കഷ്ട സഹിക്കും, അത് കഴിഞ്ഞ് വരുന്ന തലമുറ അനുഗ്രഹിക്കപ്പെടും. വേദപുസ്തകത്തിന് നിരക്കാത്ത ഒരു മണ്ടൻ ആശയം എന്നല്ലാതെ അതിനെന്താ പറയാൻ കഴിയുന്നത്? 1-2 തലമുറ കഷ്ട സഹിക്കും എന്നാണോ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്? ക്രിസ്തീയ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവരുടെ എല്ലാ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ട്, ഉപദ്രവങ്ങളുണ്ട്. അവർ നിന്ദകളും പഴികളും ദുഷികളും ഒക്കെ അനുഭവിക്കേണ്ടവരാണ്. നിന്ദകളും അപമാനങ്ങളും ഉണ്ട്. ഇതെല്ലാം എല്ലാ തലമുറയിലും ഉണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒരു തലമുറയ്ക്ക് വേണ്ടി വെച്ച കാര്യങ്ങളല്ല അതൊന്നും. എല്ലാ തലമുറയിലും ഇതൊക്കെ അനുഭവിക്കണം. ഈ വഴികളിലൂടെയൊക്കെ കടന്നു പോകണം. അപ്പോൾ ആ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് ലഭിക്കുന്ന റിവാർഡ് എന്തെന്ന് ചോദിച്ചാൽ, അവർക്ക് ലഭിക്കുന്ന റിവാർഡ് എന്താ? തേജസ്സിന്മേൽ തേജസ്സാണ്. റോമാലേഖനം 8:17-18 വെച്ചാൽ ഞാൻ ഈ പറയുന്നത്. ഈ കഷ്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് തേജസ്സിന്മേൽ തേജസ്സാണ്. ആദ്യത്തെ തലമുറയ്ക്ക് ആ തേജസ്സിന്മേൽ തേജസ് ലഭിച്ചത് എങ്ങനെയാണ്? ഈ പറഞ്ഞ വഴികളിലൂടെയൊക്കെ നടന്ന് ഇതൊക്കെ അനുഭവിച്ചതുകൊണ്ടാണ്. അതേസമയം 2-ാം തലമുറയ്ക്കോ, അവരും ഈ പിതാക്കന്മാർ പോയ അതേ വഴിയിലൂടെ നടന്ന് തങ്ങൾ ഈ ഭൂമിയിൽ അന്യരും പരദേശികളും എന്ന് എണ്ണിക്കൊണ്ട് പാളയത്തിന് വെളിയിൽ ക്രിസ്തുവിൻ്റെ നിന്ന വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീരുക. അവർ ജയാളികൾ എന്ന നിലയിൽ അവർ പാളയത്തിന് വെളിയിൽ കഷ്ടം സഹിക്കുക. അതുപോലെ അവർ ഓട്ടക്കളത്തിലാണെന്നുള്ള ബോധ്യത്തിൽ ഓട്ടത്തിൽ സ്ഥിരതയോടെ ഓടുക. ബാണ്ടക്കെട്ടൊക്കെ തോളത്ത് തൂക്കിയിട്ടുകൊണ്ട് ഓടിക്കഴിഞ്ഞാൽ നീ അങ്ങ് എത്തില്ല, അങ്ങും ഇങ്ങും നോക്കിയാലും നീ എത്തില്ല. അപ്പോൾ അതുകൊണ്ട് 2-ാം തലമുറക്കാരൻ ബാണ്ടക്കെട്ടും തോളത്തിട്ട് അങ്ങും ഇങ്ങും നോക്കിയിട്ട് പറയാണ് 1-ാം തലമുറ അങ്ങനെ ഓടി. അതുകൊണ്ട് മോഡറേഷൻ ഞങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ ഓടറാന്ന് പറയും. അങ്ങനെ ഒരു മോഡറേഷനും ഇവിടെ ഇല്ല. 2-ാം തലമുറയിൽ നിന്നല്ല, ഒടുക്കത്തെ തലമുറ കാഹളം എന്ന് ധ്വനിക്കുന്നു അവിടം വരെയുള്ളവർക്ക് എല്ലാം ഇതേ മാതൃകയാണ്. എല്ലാവരും ഇതേ രീതിയിൽ പോവുക. അപ്പോൾ ഈ പെന്തക്കോസ്തിൻ്റെ പൂർവന്മാർ പടച്ചുവിട്ട ഒരു തെറ്റായ ആശയമാണ് 1-2 തലമുറയൊക്കെ ഇച്ചിരി കട്ട സഹിക്കും, അത് കഴിഞ്ഞ് ബാക്കിയുള്ളവർക്ക് വേണ്ടി ചെന്നൈയിൽ അമേരിക്കൻ ഒരു മദാമ പറന്നിറങ്ങി അവിടെ ഒരു അമേരിക്കൻ കോൺസുലേറ്റ് സ്ഥാപിക്കും. അമേരിക്കൻ കോൺസുലേറ്റ്. ആ സമയത്ത് തന്നെ റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിക്കും. അങ്ങനെ വിമാനവും കണ്ടുപിടിച്ച് അമേരിക്കൻ കോൺസുലേറ്റ് ചെന്നൈയിൽ സ്ഥാപിച്ച് അങ്ങനെ വിമാനത്തെ കയറി, റൈറ്റ് സഹോദരന്മാരുടെ വിമാനത്തെ കയറി പോയവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയുന്ന രാജ്യാന്തര ഫൂളിഷ്നെസ് മലയാളക്കരയിൽ നിന്നാണ് ഉദിച്ചുയർന്നത്. സത്യവചനവും വെളിപ്പാടും ഉദിച്ചുയർന്ന അതേ മണ്ണിൽ നിന്നാണ് ഈ രാജ്യാന്തര ഫൂളിഷ്നെസ്സും വെളിപ്പെട്ട് വന്നത്. അപ്പോൾ വിസ കിട്ടാത്തവരും അമേരിക്കൻ കോൺസുലേറ്റിലെ മദാമയെ കാണാത്തവരൊന്നും അനുഗ്രഹിക്കപ്പെട്ടവരല്ലെന്ന് പറയാതെ പറഞ്ഞു വെച്ചു. പറഞ്ഞില്ലെങ്കിൽ പോലും പറയാതെ പറഞ്ഞു വെച്ചു. അങ്ങനെ പോയവരും ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ മഞ്ഞുതുള്ളികൾ വീഴുന്നതിൻ്റെ അവിടെ പോയി നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തവരൊക്കെ ഞങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു, മഞ്ഞുതുള്ളികൾ ഞങ്ങളുടെ ശരീരത്തിൽ വീണിരിക്കുന്നു, ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ മഞ്ഞിലാണ്. അങ്ങനെയല്ലല്ലോ വചനം പറയുന്നത്. നിങ്ങൾ വചനത്തിൽ നിലനിൽക്കാനല്ലേ പറയുന്നത്, മഞ്ഞിൽ നിൽക്കാനല്ലല്ലോ പറയുന്നത്. മഞ്ഞുതുള്ളികൾ തലയിലേക്ക് വീഴുന്ന കാര്യമൊന്നുമല്ലല്ലോ. ക്രമീകൃതമായ വചന പഠനമോ മുന്നേറ്റങ്ങളോ ഒന്നും ഇല്ലാതെ പെന്തിക്കോസിനെ ഈ പൂർവന്മാരുടെ പിൻതലമുറക്കാർ പുറകോട്ടടിച്ച് കളഞ്ഞു. ഇപ്പം ന്യൂ ജനറേഷൻ്റെ കാര്യമല്ല കേട്ടോ പറയുന്നത്, അസൽ പെന്തിക്കോസിൻ്റെ കാര്യമാണ് പറയുന്നത്. പിന്നീട് വന്ന പെന്തിക്കോസിൻ്റെ പിൻതലമുറ പുളിപ്പ് വിതറി, കലത്തിൽ പുളിപ്പായിട്ടത്, അതായത് ഉപദേശ പെശക്. പുളിപ്പ് എന്താ പറയുന്നത്? ഉപദേശ പെശകിനെ കാണിക്കുന്നു.
അങ്ങനെ അത് പൊളിച്ച് പൊങ്ങി മലയാളക്കര മുഴുവനും മലയാള ഭാഷ സംസാരിക്കുന്ന പെന്തിക്കോസുകാരുടെ എല്ലാം തലയ്ക്കകത്ത് കയറി. 1ഉം 2ഉം തലമുറ ഘട്ടം സഹിക്കും. പിന്നെ വരുന്നവർക്ക് വച്ചടി കയറ്റമാണ്. വലിയ കോളാന്നാണ് പറയുന്നത്, വലിയ കോളാണ്. അങ്ങനത്തെ ആശയങ്ങളൊക്കെ അവർ കൊണ്ടുവന്നു. അപ്പം ഞാൻ എന്താ പറഞ്ഞു വന്നത്, പെന്തക്കോസ്തിൻ്റെ തുടക്കത്തിൽ ഭക്തന്മാരും ഉണ്ടായിരുന്നു, മിടുക്കന്മാരും ഉണ്ടായിരുന്നു. ആ മിടുക്കന്മാരുടെ പിൻതലമുറകളാണ് ഇന്ന് കസേരയ്ക്ക് വേണ്ടി കടിപിടി കൂടുന്നതും തങ്ങളുടെ ഭാഗം, ആ ഭാഗത്തെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടി ഏതടവും അവർ പയറ്റും, ഏതടവും. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതൊക്കെ ജഡത്തിലല്ലെന്ന് ചോദിക്കും. അത് പ്രത്യേകിച്ച് ചോദിക്കാനൊന്നുമില്ല, ഇതെല്ലാം ജഡത്തിലാണ് ഈ അഭ്യാസങ്ങളും പരിപാടികളും ഒക്കെ. അപ്പം ജഡത്തെ അനുസരിച്ച് നടന്നാൽ മരിക്കും നിശ്ചയമെന്നല്ലേ എന്ന് ചോദിച്ചാൽ എന്താ പറയുക? അപ്പോൾ ആരോടാ ഇത് പോയി പറയുന്നത്? നമുക്കിതൊക്കെ പ്രസംഗിക്കാനും പറയാനും അല്ലേ പറ്റുള്ളൂ, അല്ലേ? ഒരു കാലത്ത് രക്ഷ അനുഭവിച്ച് വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിച്ച് ദൈവരാജ്യത്തിൽ മുന്നോട്ട് പോയ ആളുകൾ, അതായത് ഇസ്രായേൽ മരുഭൂമിയിൽ എന്തോ കണ്ട് മോഹിച്ചെന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിട്ടില്ലേ? എന്തോ കണ്ടു മോഹിച്ചു, അവർ ദുർമോഹികളായി. അവരെ വലിയവനായ ദൈവം അവിടെ തള്ളിയിട്ട് കളഞ്ഞു. അവരുടെ ദുർമോഹം നിമിത്തം പരിശോധനകളിൽ അവർ പരാജയപ്പെട്ടു പോയി. ഇവിടെ അതാ സംഭവിക്കുന്നത്. പരിശോധനകളിൽ പലരും പരാജയപ്പെട്ടു പോവുകയാണ്. അതിന് നടുവിലാണ് നമ്മളൊരു വേറിട്ട സ്വരം എന്ന നിലയിൽ, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ സ്വരം എന്ന നിലയിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില പാസ്റ്റേഴ്സ് ഇതൊക്കെ കേട്ടിട്ട് പറയാം വിമർശനമാണല്ലോ എന്ന്. മനുഷ്യൻ ജീവിക്കാൻ വേണ്ടിയുള്ള കാര്യമാണ് പറയുന്നത്. തെറ്റായ കൂട്ടുകെട്ടുകളിലും തെറ്റായ വഴികളിലും പോയി ആയുസ് പാഴാകാതിരിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പറയാണ് വിമർശനമാണെന്ന്. അല്ല, വിമർശിച്ചു എന്ന് ഓർത്ത് എന്താ കുഴപ്പം? നമ്മുടെ ഗുണത്തിന് വേണ്ടിയല്ലേ വിമർശിക്കുന്നത്? മുടിഞ്ഞു പോകാൻ വേണ്ടിയാണോ? ഇപ്പോൾ ഈ ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തോ വലിയ ശത്രുതയിലാണോ ഇതൊക്കെ സംസാരിക്കുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞു പോയ ഈ പെന്തക്കോസ്റ്റൊക്കെ ഉണ്ടല്ലോ, ഈ പെന്തിക്കോസ്റ്റ് അല്ല, ഈ പെന്തിക്കോസ്റ്റ്. അപ്പോൾ ഈ പെന്തിക്കോസ്റ്റിനെ ഒന്നും നമ്മൾ ശത്രുതയുടെ പക്ഷത്ത് നിർത്തിക്കൊണ്ടല്ല സംസാരിക്കുന്നത്. ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെട്ടു പോകരുതെന്നുള്ള സ്വർഗത്തിൻ്റെ ആഗ്രഹം സകല മനുഷ്യരും ആ യഥാർത്ഥ വചനപ്രകാരം അവരുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോയി കാഹളം കേൾക്കാൻ പ്രാപ്തരാകണം എന്നുള്ള ആശയിലല്ലേ നമ്മളത് പറയുന്നത്. കർത്താവിൻ്റെ സഭ ഇവിടെ ശോഭയോടെ നിൽക്കണ്ടേ? അതതിൻ്റെ മഹിമയോടെ മുൻപോട്ട് പോകണ്ടേ? അതിന് വേണ്ടിയിട്ടല്ലേ ഈ കാര്യങ്ങളെ പറയുന്നത്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? അപ്പച്ചൻ സിൻഡ്രോം ഒന്നും എനിക്കില്ല. ഞാനൊരു അപ്പച്ചൻ്റെയും വക്താവല്ല, ഒരപ്പച്ചന് വേണ്ടിയല്ല സംസാരിക്കുന്നത്. എന്നാൽ ഈ പൂർവ്വകാലങ്ങളിൽ പല അപ്പച്ചന്മാരിൽ നിന്നും എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഭക്തിക്കൊത്ത ജീവിതം നയിച്ച പലരുണ്ട്. ചിലരെയൊക്കെ ലോകം അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ എല്ലാവരെയും ഒന്നും ലോകം അറിഞ്ഞിട്ടില്ല, എല്ലാവരെയും ഒന്നും അറിഞ്ഞിട്ടില്ല. നമ്മൾ അവരൊക്കെ അറിയുന്നതെന്നാ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ പേർ വിളിക്കുന്ന നേരം അവരൊക്കെ മുൻപോട്ട് കടന്നു വന്ന് ദൈവസന്നിധിയിൽ നിന്ന് പുകഴ്ച പ്രാപിക്കുമ്പോൾ അവർക്കുള്ള പ്രതിഫലങ്ങളും കിരീടങ്ങളും ഒക്കെ പ്രാപിച്ചുകൊണ്ട് ജയാളികളുടെ സംഘം എന്ന നിലയിൽ വെളിപ്പെടുന്ന പുതിയ ഭൂമിയിൽ ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ നഗരമായ പുതിയ യെരൂശലേമിൻ്റെ ഭാഗമായി തീർന്ന് അതിൻ്റെ കല്ലുകളെന്ന നിലയിൽ ആ തേജസ്സിൻ്റെ നിലയിലേക്ക് കടന്നു വരുന്ന ആ വരവ്, അന്നാണ് നമ്മൾ അവരെയൊക്കെ കാണാൻ പോകുന്നത്. അവരെയൊക്കെ ഇപ്പോൾ അവരുടെ പേരൊന്നും ഒരു പുസ്തകത്തിലുമില്ല, പെന്തക്കോസ് ചരിത്രത്തിലുമില്ല, പല ചരിത്രത്തിലുമില്ല, പലയിടത്തും ചിലപ്പോൾ കാണില്ലായിരിക്കാം, പലയിടത്തും കാണില്ലായിരിക്കും. ചരിത്രങ്ങളിലൊക്കെ പേരുള്ളവരും നല്ല താടിമുടിയൊക്കെ വെച്ചിരിക്കുന്ന ആളുകളുണ്ട്, നല്ല രീതിയിലൊക്കെ, അല്ലെങ്കിൽ നല്ല പുത്തൻകലം പോലെയൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ട്. അതൊന്നും കണ്ടിട്ട് കാര്യമില്ല സഹോദരങ്ങളെ. ഞെട്ടുന്നൊരു സ്ഥലമാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനം. നമ്മളെല്ലാം ഞെട്ടിപ്പോവും. നമ്മൾ പ്രതീക്ഷിക്കുന്ന പല ആൾക്കാരെയും അവിടെ യോഗ്യന്മാരുടെ പട്ടികയിൽ കാണാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളായിരിക്കും അവിടെ യോഗ്യന്മാരുടെ നിരയിലേക്ക് വരുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അതായത് മേലാൽ കേൾക്കുന്നവരോടുള്ള ബന്ധത്തിലാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമ്മളൊരു സത്യവിശ്വാസത്തിന് വേണ്ടിയാണ് പോരാടുന്നത്, അല്ലാതെ ഏതെങ്കിലും ഒരു പക്ഷത്തിന് വേണ്ടി പോരാടുന്നതല്ല. ഏതെങ്കിലും ഒരു പക്ഷത്തെ താഴ്ത്തി കെട്ടിക്കൊണ്ട് മറ്റൊരു പക്ഷത്തെ ഉയർത്തി കാണിക്കാനൊന്നുമല്ല ശ്രമിക്കുന്നത് സത്യത്തിൻ്റെ പാതയിലൂടെ നടക്കാനാണ്, ശരിയായ പാതയിലൂടെ കടന്നു വരാനാണ്. അപ്പോൾ പെന്തിക്കോസ്റ്റും ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സമാന്തരമായി പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് പാളങ്ങളെന്ന നിലയിൽ നമുക്ക് പരിഗണിക്കാം. അങ്ങനെ മാത്രമേ ചിന്തിക്കാൻ കഴിയുള്ളൂ. ന്യൂ ജനറേഷൻ ഗ്രൂപ്പിലുള്ള ഒരാൾക്കും പെന്തിക്കോസ്റ്റ് അനുഭവത്തിൽ വന്ന് അങ്ങനെ മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അതിന് വലിയ സമർപ്പണം വേണം. ഇവിടെ അനുദിനം ക്രൂശ് എടുക്കണം. നമ്മുടെ ജീവിതത്തിൽ നുകത്തിൻ കീഴിലൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിക്ചർ തന്നെ നിങ്ങളൊന്ന് കണ്ടേ. ഒരു നുകത്തിൻ്റെ കീഴിൽ രണ്ട് കാളകളെ അപ്പുറം ഇപ്പുറം നിർത്തി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അനങ്ങാൻ പറ്റുമോ? അനങ്ങാൻ പറ്റത്തില്ല. ഒരു സൈഡിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹയുണ്ട്, മറു സൈഡിൽ നമ്മളും കെട്ടപ്പെട്ടതുപോലെ. പൗലോസ് പറയുന്നില്ല ഞാനൊരു കെട്ടപ്പെട്ട അടിമയാണെന്ന്.
കെട്ടപ്പെട്ട അടിമ, കെട്ടപ്പെട്ട ഒരവസ്ഥയല്ലേ അത്? ക്രിസ്തു നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നു, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇനി കെട്ടപ്പെട്ട അവസ്ഥ എന്തിനാ അനുവദിക്കുന്നത്? ജഡത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവം വെച്ച വ്യവസ്ഥകളും നമുക്ക് വേണ്ടി കരുതിയ കാര്യങ്ങളുമാണ് അതൊക്കെ, നുകത്തിൻ്റെ അനുഭവങ്ങൾ. അതുപോലെ നമ്മുടെ മുമ്പിൽ ഇടുക്കമുള്ള വാതിലും ഞെരുക്കമുള്ള വഴിയും വെച്ചിട്ടുണ്ട്. എന്തിനാ? ജഡത്തിൻ്റെ കയത്തിൽ പോയി മുങ്ങിച്ചാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ മുള്ളുകളെയൊക്കെ അനുവദിക്കും. അതെന്തിനു വേണ്ടിയാ? നിഗളിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാ. അങ്ങനെ പലതും നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച് അങ്ങനെ നമ്മെ ജയാളികൾ എന്ന നിലയിൽ മുൻപോട്ട് കൊണ്ടുപോകാനാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. അതിനോടുള്ള ബന്ധത്തിലാണ് നമ്മളിവിടെ ഈ കഴിഞ്ഞ നാളുകളിൽ പ്രസംഗിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും പഠിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. അത് എല്ലാവർക്കും തിരിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നാൽ തിരിയുന്ന മനുഷ്യർ ഇതിനകത്തുണ്ട്. പറയുന്ന കാര്യങ്ങൾ തിരിയുന്ന മനുഷ്യരുണ്ട്, അത് ആസ്വദിക്കുന്നവരുണ്ട്, ഏറ്റെടുക്കാൻ വെമ്പുന്നവരുണ്ട്, അതിനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അതിൻ്റെ എൻഡ് റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ കാഹളം ധനിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും പേർ വിളിക്കുകയാണെങ്കിൽ നിശ്ചയമായും എൻ്റെ കണ്ണിൽ ഒരു തിളക്കം ഉണ്ടാവും. കാരണം ഞാനിന്ന് ഒത്തിരി നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്, പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സീരിയസ് ആയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മറ്റ് ശുശ്രൂഷകരെല്ലാം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ലല്ലോ പറയുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്. അവർ നല്ല മയമുള്ള അപ്പം ചുട്ട് കൊടുക്കുമ്പോൾ ഞാൻ ഈ പുളിപ്പില്ലാത്ത അപ്പം ചുട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടുള്ള വിമ്മിഷ്ടം ഒത്തിരി പേര് പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ വിമ്മിഷ്ടങ്ങളൊക്കെ താൽക്കാലികമെന്ന് ഞാനങ്ങ് എണ്ണുകയാണ്. മനുഷ്യന്മാരുടെ വിമ്മിഷ്ടമൊന്നും പരിഗണിക്കുന്നില്ല, ഗൗനിക്കുന്നില്ല. കാരണം പിന്നത്തേതിൽ പേർ വിളിക്കുന്ന നേരം യോഗ്യന്മാരുടെ പട്ടികയിൽ നിങ്ങൾ കാണണം. നിങ്ങൾ കയ്പ് ഭക്ഷിച്ചേ നോക്കൂ, പുളിപ്പില്ലാത്ത അപ്പം തിന്നണം, തീയിൽ ചുട്ട മാംസം ഭക്ഷിക്കണം. നമുക്ക് അടുത്ത ദിവസം അതിനെക്കുറിച്ചും ചിന്തിക്കാം. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഈ അനാവശ്യമായ കൂട്ടുകെട്ടുകൾ, അനാവശ്യമായ സംബന്ധങ്ങൾ. ഒരു കൂട്ടർ ലൈറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, മിന്നിക്കുന്ന ലൈറ്റ്. ഒരു കൂട്ടർ പുക കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനത്തെ ആ പോക്കിനെ കുറിച്ചൊക്കെ നമുക്ക് ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്നും മറ്റ് പുസ്തകങ്ങളിൽ നിന്നൊക്കെ പലതും പറയാനുണ്ട്. എന്നാൽ സമയം നമ്മുടെ മുമ്പിൽ നിൽക്കാത്തത് കൊണ്ട് ഇന്നത്തെ ആ ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാൻ പറ്റിയിട്ടില്ല. ജനറലായിട്ടുള്ള പല കാര്യങ്ങളുമാണ് ഇന്ന് പറഞ്ഞത്. അത് അനിവാര്യമായ കാര്യങ്ങളായിരുന്നു, പറയാതിരിക്കാൻ കഴിയില്ല. കാരണം പിന്നെയും ആളുകളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ആ ചോദ്യങ്ങൾക്കൊരു മറുപടി എന്നോണമാണ് പറഞ്ഞു പോയത്. നമ്മൾ പറയുന്ന പെന്തിക്കോസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, നമ്മളുടെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്. അതേസമയം ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് എന്ന് പറയുന്ന അവരുടെ ഡെഫിനിഷനും ഇങ്ങനെയാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ അഭിഷേകത്തിൻ്റെ കാര്യം പറഞ്ഞത്. അവർ അഭിഷേകത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. അതിൻ്റെ സോഴ്സ് എവിടെ നിന്നുള്ളതാണെന്നുള്ളതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. യേശുക്രിസ്തുവിൽ നിന്നുള്ളൊരു അഭിഷേകമാണെങ്കിൽ അവന് ആത്മാവിനെ അളവ് കൂടാതെ കൊടുക്കുന്നെന്നൊക്കെ നമ്മൾ വായിക്കുന്നു. അങ്ങനെ ആത്മാവിനെ അളവ് കൂടാതെ കൊടുത്തു കഴിഞ്ഞാൽ ആ ആത്മാവ് അവരെ നയിക്കുന്നത് പച്ചയായ പുൽപ്പുറങ്ങളിലേക്കായിരിക്കും. അവിടെയാണ് ലോക തമാശ. അതാണ് ന്യൂജൻ കുഞ്ഞാടുകൾക്ക് മനസ്സിലാകാത്തത്. ശരിയായ ആത്മാവിനെ പ്രാപിച്ച് ആ ആത്മാവിൻ്റെ നിറവിലേക്ക് വന്നാൽ ആത്മാവ് സ്ട്രിക്റ്റായിട്ട് നമ്മളെ നടത്തുന്നത് പച്ചയായ പുൽപ്പുറങ്ങളിലേക്കായിരിക്കും. അവിടെയുള്ള ഇളം പുല്ലുകളൊക്കെ തിന്ന്, അങ്ങനെ പുല്ലൊക്കെ തിന്ന് ആ പുൽപ്പുറത്തിൽ മേയാൻ അനുവദിക്കും. ഏതാ പുൽപ്പുറം? ഇതാ പുൽപ്പുറം. ഈ പുൽപ്പുറത്തിൽ മേയാൻ അനുവദിക്കും. അത് കഴിഞ്ഞിട്ടോ മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ആ തെളിനീരിലേക്ക് കടന്നു ചെന്ന് ആ തെളിനീര് കുടിക്കാൻ, അതായത് ആത്മാവിൻ്റെ നദിയിലേക്ക് ഇറങ്ങാൻ. ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളാരും ഇതിനൊന്നും എതിരല്ല കേട്ടോ സഹോദരങ്ങളെ, ഞങ്ങളാരും ഇതിനൊന്നും എതിരല്ല. ഞങ്ങൾ നിരന്തരം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നൊരു വിഷയമാണിതൊക്കെ. ഒരു പൊതുനിയമ ക്രിസ്ത്യാനി അവൻ്റെ ക്രിസ്തീയ ജീവിതം ധന്യമായി തീരണമെങ്കിൽ അവൻ ആത്മാവിൻ്റെ നിറവിലേക്ക് വരണം. ആത്മാവിൻ്റെ നദിയിൽ നിന്ന് പാനം ചെയ്യണം. ഫേക്കായിട്ടുള്ള അത്ഭുതങ്ങളും ഫേക്കായിട്ടുള്ള അടയാളങ്ങളിലും വിശ്വസിക്കുന്നവരല്ല. വാസ്തവമായി പരിശുദ്ധാത്മാവിൻ്റെ ചലനത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പുകളിലും പൂർണ്ണമായും വിശ്വസിക്കുകയും അതിനുവേണ്ടി കാംക്ഷിക്കുകയും കൊതിക്കുകയും ചെയ്യുന്നവരാണ്. ഞങ്ങളുടെ ശുശ്രൂഷകന്മാർ കൈവയ്ക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകണം, അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീര്യപ്രവൃത്തികൾ അതൊക്കെ സംഭവിച്ചോട്ടെ. ഇനി അതൊന്നും സംഭവിച്ചില്ലെന്നോർത്ത് ദുഃഖിക്കാനുമില്ല. ഇതൊന്നും സംഭവിച്ചില്ലെങ്കിലും ദുഃഖിക്കുന്നില്ല. കാരണം എന്താ? അതിനേക്കാളൊക്കെ അപ്പുറമായ ആഴമേറിയ വചന വെളിപ്പാടുകളല്ലേ തുറന്നു തരുന്നത്. ഒരു ന്യൂജൻകാരനും സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത കാര്യങ്ങളാണ് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് തുറന്നു നൽകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രസംഗിച്ചതിൽ വെളിപ്പാടുകളാണ്. ദൈവസഭയെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും ഒക്കെയുള്ള കനത്ത വെളിപ്പാടുകളല്ലേ പറയുന്നത്. അതെന്താ നിങ്ങൾ ഗവനിക്കാത്തത്? അതെല്ലാം എന്താ ഗവനിക്കാത്തത്? കഴിഞ്ഞ തലമുറയിലുള്ള ആളുകൾ പോലും കേൾക്കാത്ത കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്.
80 വയസ്സ് പ്രായമുള്ളൊരു അമ്മച്ചി വടക്കേ ഇന്ത്യയിൽ ജീവിക്കുന്നു. ഈ അടുത്ത കാലത്താണ് വടക്കേ ഇന്ത്യയിൽ പോയത്. അതിനു മുമ്പ് താനും മധ്യ തിരുവിതാംകൂറിലായിരുന്നു ജീവിച്ചിരുന്നത്. അവിടെ ചെറിയ പ്രായത്തിൽ തന്നെ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വന്നതാണ്. തൻ്റെ മാതാപിതാക്കളാൽ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്നതാണ്. അപ്പോൾ നോക്കിയേ, എത്രയോ വർഷം പിന്നിലാണെന്ന് ഓർക്കണം. എത്രയോ വർഷം പിന്നിലാണ്. ആ കാലം മുതൽ ഇവിടുത്തെ പേര് കേട്ട വ്യവസ്ഥാപിതമായൊരു പെന്തിക്കോസ്ത് കൂട്ടത്തിൽ താൻ കർത്താവിനെ ആരാധിച്ച് സേവിച്ച് മുൻപോട്ട് വന്നയാളാണ്. എന്നാൽ ഇത്രയും പ്രായത്തിനിടയ്ക്ക് അവിടെ നിന്നൊന്നും കേൾക്കാത്ത കാര്യങ്ങൾ എനിക്ക് ഈ യൂട്യൂബിലെ ഈ പ്രസംഗത്തിലൂടെ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു എന്നാണ് ആ അമ്മച്ചി പറയുന്നത്. യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന മെസ്സേജുകൾ പിന്നത്തേതിൽ കേട്ടിട്ട് താനൊരു സാക്ഷ്യം പറഞ്ഞതാണ്. ഇതാണ് തൻ്റെ അനുഭവം എന്ന് പറയുകയാണ്. അപ്പോൾ അത്ഭുതം അടയാളമൊക്കെ സംഭവിച്ചില്ലെങ്കിലും ഇതൊരു വലിയ അത്ഭുതമല്ലേ? നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മറനീക്കി തുറന്നു തരികയാണ്. അതായത് മറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് തുറന്നു കിട്ടുകയാണ്. നമ്മൾ എഫേസ് ലേഖനത്തിൽ നിന്നും റോമാലേഖനത്തിൽ നിന്നും വായിക്കുന്ന പോലെ പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്ന ആ മർമ്മം, പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്ന മർമ്മങ്ങൾ ഇന്ന് തുറന്നു ലഭിക്കുകയാണ്. ഈ തലമുറയിൽ നമുക്ക് തുറന്നു കിട്ടുകയാണ്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാടുകൾ, ചെറിയ കാര്യങ്ങളൊന്നുമല്ല. അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. എഫേസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കുവാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. കണ്ടില്ലേ, തൻ്റെ മേൽ പകരപ്പെട്ട കൃപ എന്തിനു വേണ്ടിയാ? അതായത് സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായി എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച്. ഈ ധനം എന്ന് പറയുന്നത് നിർമ്മലാ സീതാരാമൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമല്ല കേട്ടോ. അതാണ് ന്യൂജൻ പെന്തിക്കോസ്തും തലയ്ക്കകത്ത് വെട്ടവും വെളിച്ചവും വന്ന പെന്തിക്കോസ്തും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ പറയുന്ന ഈ സ്വർഗീയമായ മർമ്മങ്ങൾ വിശുദ്ധ അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ടത് പിന്നെയും മറഞ്ഞു പോവുകയാണ്. പലർക്കും ഇത് തുറന്നു കിട്ടുന്നില്ല വചനം. എന്നാൽ കൃപയാൽ നമുക്ക് പല കാര്യങ്ങളും തുറന്ന് ലഭിക്കുകയാണ്. അതിൻ്റെ ഒരു സൂചന ഇങ്ങനെയാണ്. അതായത് നമ്മൾ കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഭൂലോകത്തിലുള്ള സകല മനുഷ്യരും കുരുട്ട് കണ്ണന്മാരായിരിക്കുന്നു. പാപികളായ സകല മനുഷ്യരും കുരുട്ട് കണ്ണന്മാരായിരിക്കുന്നു, അന്ധരായിരിക്കുന്നു. സുവിശേഷം അവരുടെ കണ്ണ് തുറക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. സുവിശേഷം അവരുടെ കണ്ണ് തുറക്കുകയാണ്. കണ്ണ് തുറന്ന് അവർ കാണേണ്ടതുപോലെ കാണേണ്ട കാര്യങ്ങളെ കാണുകയാണ്. അതായത് ക്രൂശിൻ്റെ ദർശനം പ്രാപിക്കുകയാണ്. അങ്ങനെ അവർ ദൈവരാജ്യത്തിലേക്ക് ചൂടുവെക്കുകയാണ്. നമ്മൾ സമാഗമന കൂടാരത്തിൻ്റെ പിക്ചറൊക്കെ വെച്ചിട്ട് അത് മുന്നമേ കാണിച്ചത് ഓർക്കുക. വാതിൽ തുറന്ന് നേരെ കയറി വരുന്നത് പ്രാകാരത്തിലേക്കാണ്. അവിടെ ഇരിക്കുന്ന യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ അവിടെയാണ് വീണ്ടെടുപ്പിൻ പ്രക്രിയ അവർ തിരിച്ചറിയുന്നത്. വീണ്ടെടുപ്പിലേക്ക് അവർ കടന്നു വരുന്നത്. അങ്ങനെ അവർ അങ്ങനെ അവരുടെ ജീവിതത്തിൽ ദൈവരാജ്യ പ്രവേശനം സാധിപ്പിക്കപ്പെട്ട് കിട്ടി. അങ്ങനെ അവർ പ്രാകാരത്തിൻ്റെ അനുഭവത്തിൽ നിൽക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിലെ അവരുടെ ആരംഭകാലം കണ്ണ് തുറക്കപ്പെട്ടിട്ടുണ്ട്. അത്ര തന്നെ. അതായത് രക്ഷ ഏത് വിധത്തിലാണെന്ന് അവർക്ക് മനസ്സിലായി. വീണ്ടെടുപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലായി. അതായത് കർമാചാരങ്ങളിലല്ല, എന്തെങ്കിലും പ്രവൃത്തിയിലല്ല, ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം മൂലമാണ് രക്ഷ എന്നവർക്ക് മനസ്സിലായി. അതായത് അവർ ആ പ്രാകാരത്തിലേക്ക് കടന്നു വന്നു. രക്ഷയെക്കുറിച്ചും വിശ്വാസ സ്നാനത്തെക്കുറിച്ചുമുള്ളൊരു അറിവ് കിട്ടി. അതിലപ്പുറമായ ആഴമേറിയ അറിവുകളൊന്നും അവർക്കില്ല. മിനിമം കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അവിടെ വന്ന് നിൽക്കുന്നു. പിന്നീട് അവർ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ആത്മസ്നാനം പ്രാപിക്കണമെന്നും പിന്നെ അന്യഭാഷയൊക്കെ പറയുന്ന കാര്യമൊക്കെ പെന്തിക്കോസ്തുകാരല്ലേ, അപ്പോൾ അത്രയൊക്കെ കേട്ടിട്ടുണ്ട്. അതല്ലാതെ അതിലപ്പുറമായ പല കാര്യങ്ങളും ഇന്നത്തെ പെന്തിക്കോസ്തിന് അറിയില്ല. എന്നാൽ ഒരു വചനം വായിച്ചുകൊണ്ട് അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് വന്ന് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് എഫേസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പൗലോസിൻ്റെ പ്രാർത്ഥനയാണ്. അതായത് 16-ാം വാക്യം മുതൽ അങ്ങനെ താഴേക്ക് ആ പ്രാർത്ഥന താഴേക്ക് വരികയാണ്. അത് 19-ാം വാക്യം വരെ ആ പ്രാർത്ഥന നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ എഫെസോസിലുള്ള വിശുദ്ധന്മാരെ ഓർത്തുകൊണ്ട് പൗലോസിൻ്റെ പ്രാർത്ഥന താഴേക്ക് വരുമ്പോൾ 17-ാം വാക്യത്തിൻ്റെ താഴെ വരുമ്പോൾ, അതായത് നിങ്ങളിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിന് തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി എന്ത് ചെയ്യണം? പ്രകാശിക്കണം. അപ്പം നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഈ ലേഖനം ആർക്ക് എഴുതിയതാ? വിളിക്കപ്പെട്ട വിശുദ്ധന്മാർക്ക്, കണ്ണു തുറന്ന വിശുദ്ധന്മാർക്ക്. എഫെസോസിലുള്ള വിശുദ്ധന്മാർ സുവിശേഷം കൈക്കൊണ്ടു, അവരുടെ കണ്ണു തുറന്നു, ക്രൂശിൻ്റെ ദർശനം പ്രാപിച്ചു. അവർ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചവരാണ്, വിശ്വാസ സ്നാനത്തിന് ഏർപ്പെട്ടവരാണ്, അല്ലേ? വിശ്വാസ സ്നാനത്തിന് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടവരാണ്.
അതെല്ലാം വാസ്തവം. അവരോടാ പറയുന്നത് ഇനിയും നിങ്ങളുടെ ഹൃദയദൃഷ്ടി എന്ത് ചെയ്യണം? പ്രകാശിക്കണം. അപ്പോൾ ആദ്യപടി നമ്മൾ പറയും കണ്ണ് തുറക്കപ്പെട്ടൊരവസ്ഥ. രക്ഷയിലേക്ക് വന്നപ്പോൾ കണ്ണ് തുറന്നു. അങ്ങനെ അവർ പ്രാഥമികമായ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവരാജ്യത്തിലേക്ക് വന്നു. ഇനി അടുത്ത പടി ആ തുറക്കപ്പെട്ട കണ്ണ് ശരിയാവണ്ണം പൂർണ്ണമായും തുറക്കണം. ഇപ്പോൾ ഈ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നു എന്ന് പറയുന്നൊരു ശിശുവാണ്. നിങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുള്ളവരല്ലേ? മിക്കവാറും ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഈ പ്രസവിച്ച് വന്ന കുഞ്ഞുങ്ങളുടെ കണ്ണിലേക്കൊക്കെ ഒരു നെന്മണി പോലെയൊക്കെ അത്രയൊക്കെ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇച്ചിരി കൂടെ കൂട്ടി വെച്ചോ, അത്രയൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ വലിയൊരു പയറിൻ്റെ അത്രയും കൂട്ടിക്കോ, അത്രയൊക്കെ ഉള്ളൂ ഈ പിള്ളേരുടെ കണ്ണ്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്ര വലിയ കാഴ്ചയൊന്നും ലഭിക്കില്ല. മിനിമമായൊരു കാര്യം അതിൻ്റെ അമ്മേനെ കണ്ടാൽ അതിന് മനസ്സിലാവുമായിരിക്കും. ഏതെങ്കിലും വിധത്തിൽ മനസ്സിലാകുന്നതായിരിക്കും. കുറച്ച് നാൾ കൂടെ ഒരുമിച്ച് നടന്നതാണെന്നുള്ള ആ ഒരു അതൊക്കെ വെച്ചിട്ടായിരിക്കാം. എനിവേ അമ്മേനെ അപ്പനെയൊക്കെ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. അങ്ങനെ മുന്നോട്ട് പോകുന്ന ആ കുഞ്ഞ് വളർച്ചാഘട്ടത്തിൽ മുതിർന്നു വരുമ്പോൾ ആ കുഞ്ഞിൻ്റെ കണ്ണും വികസിക്കുന്നുണ്ട്. കൈയും കാലും മാത്രമല്ല വലുതാകുന്നത്, കണ്ണിനൊരു വികാസം ലഭിക്കുന്നുണ്ട്. ആ കണ്ണിൻ്റെ വികാസത്തിൽ ചുറ്റുപാടുമുള്ള കാഴ്ചകൾ ആ കണ്ണ് ഒപ്പിയെടുക്കും. അത് വളരെ ദൂരെയുള്ള കാര്യങ്ങൾ പോലും ആ കണ്ണ് മനസ്സിലാക്കും. നേരത്തെ ഈ വന്ന ആ 2 മാസം 3 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിലുള്ള ആ ഒരു പീരീഡിലൊക്കെ അടുത്തുകൂടെ ഒരു സിംഹം കടന്നു പോയാൽ അതൊന്നും മനസ്സിലാവില്ല. സിംഹമാണോ പൂച്ചയാണോ? സിംഹവും പൂച്ചയും പുലിയെല്ലാം അതിന് ഒരുപോലെ ഇരിക്കും അല്ലേ? 4 കാലം വരുന്ന എല്ലാം ഒരുപോലെ ഇരിക്കും, അത്രയേ ഉള്ളൂ. അതേസമയം ഒരു 10-25 വയസ്സായി കഴിഞ്ഞാലോ എൻ്റെ ദൈവമേ, പൂച്ച വേറെ, എലി വേറെ, സിംഹം വേറെ, വട്ടി വേറെ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം തിരിച്ചറിയാനുള്ള ആ ഒരു തിരിച്ചറിവിൻ്റെ അനുഭവത്തിലേക്ക് വരും. അപ്പോൾ കണ്ണ് വലുതായിന്നോ കണ്ണിൻ്റെ വികാസം കൂടിയെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയും കൂടെ കൂട്ടിച്ചേർത്തോ ഒരു തിരിച്ചറിവിൻ്റെ മണ്ഡലം അല്ലേ? ഒരു തിരിച്ചറിവിൻ്റെ മേഖലയിലേക്കും കൂടി എത്തുകയാണ്, തിരിച്ചറിവിൻ്റെ മേഖലയിലേക്ക്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഈ ആരംഭ സമയത്ത് നന്നായിട്ട് മനസ്സിലാക്കുക, ഈ പ്രാകാരാനുഭവത്തിലേക്ക് വന്നു നിൽക്കുന്ന ആളുകൾ പലരും വഞ്ചിക്കപ്പെടുകയാണ്. അതായത് കണ്ണ് തുറന്ന ശുശ്രൂഷകന്മാർക്ക് മാത്രമേ പിന്നത്തേതിൽ മുൻപിലുള്ള കൂടാരം, നമ്മളിപ്പോൾ ടാബർനാക്കിൾ മുമ്പിലൊന്ന് വെച്ചേക്കാം, ആ കൂടാരത്തിനകത്തുള്ള വിലപ്പെട്ട കാര്യങ്ങൾ, അതാണ് വെളിപ്പാടുകൾ. അതിനകത്തുള്ളതെല്ലാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള അപ്രമേയ ധനമാണ്, ക്രിസ്തുവിനെക്കുറിച്ചുള്ള അപ്രമേയ ധനങ്ങളാണ്. അത് വെളിപ്പെട്ട് കിട്ടിയ ഒരു ശുശ്രൂഷകനെ വെളിപ്പെടുത്തി കൊടുക്കാൻ കഴിയും. വെളിപ്പെട്ട് കിട്ടിയിട്ട് വേണ്ടേ മറ്റുള്ളവർക്ക് കൊടുക്കാൻ. അപ്പോൾ അത് വെളിപ്പെട്ട് കിട്ടിയവർ അത് വെളിപ്പെടുത്തി കൊടുക്കും. അല്ലാത്തവർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ ഇങ്ങനെ പ്രാകാരാനുഭവത്തിലേക്ക് വന്ന് നിൽക്കുന്നവരെ വെളിയിൽ ഒത്തിരി മായാജാലങ്ങളുണ്ട്, വെളിയിൽ ഒത്തിരി സർക്കസുകളുണ്ടെന്നേ. അവിടെ ഇടുകുടുക്കിയ ചോറും കറിയുണ്ട്, അലാവുദ്ദീനും അത്ഭുത വിളക്കുണ്ട്, പിന്നെ വേറെ ഏതാണ്ട് വിളക്കൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് വെളിയിൽ. അപ്പോൾ ഇതൊക്കെ കാണിച്ച് ഇവരെ മയക്കി ഇവരെ അങ്ങനെയുള്ള വഴികളിലേക്കൊക്കെ കൊണ്ടുപോകും. വന്നത് എവിടെയാണ്? ദൈവരാജ്യത്തിലാണ്. പക്ഷേ ഇപ്പം അവർ ഈ ലോകത്തിൻ്റെ ചിന്തകളിൽ വശംവദരായി. ഒന്ന് വെച്ചാൽ 2 കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത്. കിട്ടും, ഉറപ്പല്ലേ? അങ്ങനെ വെച്ച് നോക്കിയേ, നിങ്ങളൊന്ന് കർത്താവിനെ പരീക്ഷിച്ച് നോക്കുന്നൊക്കെ പറയും. ഊരിക്കോ എന്ന് പറയുമ്പോൾ ഇവരെല്ലാം ഊരും. അപ്പസ്വലന്മാരുടെ കാൽക്കലൊന്ന് വെച്ച് നോക്കിയേ, വച്ചടി കയറ്റമായിരിക്കും. അതെല്ലാം കേട്ട് ഇവരെല്ലാം ഊരാനും പിടിക്കാനും ഒക്കെ നിൽക്കും. ഇവരുടെ ഉള്ളിൽ മുഴുവനും ലോകം കയറി. അത് ഈ ഭൂമിയിൽ എങ്ങനെ തലയെടുപ്പോടെ നിൽക്കാം, അല്ലെങ്കിൽ എങ്ങനെ ആർജിച്ചെടുക്കാം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തയിലേക്ക് ഈ മനുഷ്യർ വന്നു. അങ്ങനത്തെ ചിന്തയിലേക്ക് അവരെ കൊണ്ടുപോവുക. അതിൻ്റെ കാരണം എന്നാ? കണ്ണ് തുറന്നിട്ടില്ല, ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ടില്ല. ഇവിടെ ഞാൻ 2 കൂട്ടം ആൾക്കാരെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. ഒന്ന് കണ്ണ് തുറക്കപ്പെട്ടെന്ന് പറയുന്നവരും, ഒന്ന് ആ കണ്ണ് വളരെ ബ്രോഡായിട്ട് തുറന്നവരും. അതാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്ന ഹൃദയദൃഷ്ടി പ്രകാശിക്കുക. അതായത് പ്രാകാരവാതിൽ തുറന്ന് അകത്തേക്ക് കയറുന്നതിനെയാണ് കണ്ണ് തുറക്കുക എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കൂടാരമറശീല അതങ്ങ് മാറിക്കഴിഞ്ഞിട്ട് അകത്തിരിക്കുന്ന വെളിപ്പാടുകളിലേക്ക് കടന്നു ചെല്ലുന്ന ഈ അനുഭവത്തെയാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്ന കാര്യങ്ങൾ പറയുന്നത്. അവിടെ എന്താ പറയുന്നത്? ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തിരയേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും. ഇങ്ങനെ പലതും അറിയേണ്ടതുണ്ട്. കണ്ണ് തുറക്കപ്പെടണം, കണ്ണ് നന്നായിട്ട് തുറക്കണം. അകത്ത് വെച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനമാണ്. തൊട്ട് മുകളിൽ കണ്ടത് എന്താ? നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, അതായത് പിതാവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ പകരേണ്ടതിന്. ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ പകരുന്ന എന്തിനാ?
പിതാവിനെക്കുറിച്ച് ആഴത്തിൽ അറിയാനാണ്. പുത്രൻ വഴിയാണത് അറിയുന്നത്, അല്ലാതെ നേരിട്ട് അറിയല്ല. പുത്രൻ വഴി, അതിന് വേറെ വാക്കി കൊടുക്കും, എന്നാലാണത് ചേർച്ചയാകുകയുള്ളൂ. അപ്പോൾ പുത്രൻ മുഖാന്തരം നമ്മൾ പിതാവിനെ അടുത്തറിയുകയാണ്. അതിനാണ് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവിനെ തന്നത്. അല്ലാതെ കസേര എടുത്ത് എറിയാനോ, കസേരയുടെ മുകളിൽ കയറി നിൽക്കാനോ, അല്ലെങ്കിൽ ഇങ്ങനെ കൂക്ക് വിളിച്ച് കിടക്കാനോ, അല്ലെങ്കിൽ ഒരുത്തിനെ തള്ളിയിടാനോ, ഇതൊന്നുമല്ല ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ പകർന്നിരിക്കുന്നത്. വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ? വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയാൻ വേണ്ടിയല്ലേ? വിളിയാലുള്ള ആശ, വിളി എന്തിനു വേണ്ടിയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ? ഗൗരവമായ കാര്യങ്ങൾക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ആ വിളിക്കപ്പെട്ടവരാണ് ഇവിടെ വന്ന് നിന്ന് ഈ വെളിയിൽ ന്യൂജൻ പെന്തിക്കോസ്റ്റ് എന്ന് പറയുന്നത് എവിടെയാ? ഈ പറയപ്പെട്ട ദൈവരാജ്യത്തിൻ്റെ കോമ്പൗണ്ടിന് വെളിയിൽ എന്താ ഉള്ളത്? ന്യൂജൻ പെന്തിക്കോസ്റ്റ് ഉണ്ട്. വലിയ വലിയ കൂടാരങ്ങൾ, അതായത് അതിൻ്റെ ഫ്രണ്ടിലൊക്കെ വലിയ കമാനങ്ങളൊക്കെ കാണും, വലിയ വലിയ കൂടാരങ്ങൾ. ആ കൂടാരത്തിൻ്റെ പുറത്തൊക്കെ അവർ 21 ദിവസമെന്നോ 41 ദിവസമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബോർഡ് വെച്ചിരിക്കുമ്പോൾ ഈ ക്രിസ്ത്യ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന, സത്യപാതയിലേക്ക് വന്നിരിക്കുന്ന, ഓട്ടക്കളത്തിൽ ഓടാൻ വേണ്ടി വന്നിരിക്കുന്നവർ അതിനെക്കുറിച്ച് തിരിച്ചറിയാതെ വെളിയിലേക്ക് ഇറങ്ങിപ്പോവും. വെളിയിലേക്ക് ഇറങ്ങിപ്പോയിട്ട് ഇങ്ങനെയുള്ള കൂട്ടങ്ങളിലൊക്കെ പോയി കയറും, ആയുസ് പാഴാക്കി പോവും. അവിടെ ലൈഫ് എന്തിനു വേണ്ടിയിട്ടുള്ള? ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ കാര്യങ്ങളാണ് ആദ്യ നൂറ്റാണ്ടിലെ ശുശ്രൂഷകന്മാർ ജാതികളെ അറിയിച്ചത്. അത് ഏറ്റവും ചെറിയവനായി എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും. ജാതികളോട് എന്താ പറയേണ്ടത്? പുറംപറമ്പിൽ കിടന്ന ജാതികൾ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടന്നവർ, ഇസ്രായേൽ പൗരതയോടൊരു ബന്ധമില്ലാത്തവർ, അവരെ മനുഷ്യരെന്ന് പോലും കൗണ്ട് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ലഭിക്കുന്ന കൊള്ള, അതൊക്കെ ലഭിച്ച ആൾക്കാരാണ് ആദ്യ നൂറ്റാണ്ടിൽ പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞത് അവരല്ലേ? പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അവർ പറയുന്നത്. ക്രിസ്തുവിനോടുള്ള രക്ഷയും പിന്നീട് അനുഭവിക്കുന്ന മഹിമകളും അതെല്ലാം വെച്ചിട്ടല്ലേ അവർ പറയുന്നത്. അന്നേരമാണ് ഇവിടെ ഓരോ ബിരുദന്മാർ വന്ന് ചോദിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പനി മാറിയോ എന്നൊക്കെ. പനിയോ? ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനങ്ങളെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം പനി മാറിയോ എന്ന് ചോദിച്ചാണോ വരുന്നത്? പനിയിലും പ്രശംസിക്കുന്നവരാണ് ഞങ്ങൾ. പനിയിലും ക്യാൻസറിലും ദുരന്തത്തിലും ദുരിതത്തിലും ഒക്കെ ഞങ്ങൾ പ്രശംസിക്കും. ഒറ്റ വാക്കി പറഞ്ഞാൽ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നവരാണ് യഥാർത്ഥ പെന്തിക്കോസ്തുകാർ. കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നവരാണ്. കാരണം എന്താ? ആ കഷ്ടങ്ങൾ ഞങ്ങളെ സഹിഷ്ണുതയിലേക്ക് കൊണ്ടുവരുന്നു. ആ സഹിഷ്ണുത ഞങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കും. ആ സഹിഷ്ണുത ഞങ്ങൾക്ക് പ്രത്യാശ നൽകുകയല്ലേ? ആ പ്രത്യാശ ഞങ്ങളെ തള്ളി എവിടെയാണ് എത്തിക്കുന്നത്? അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവത്തിലാണ്. അതായത് രക്ഷിച്ചവനോട് ചേരുകയും അവനോട് പറ്റിച്ചേരുകയും അവനോട് പറ്റിച്ചേർന്ന് ഏകാത്മാവായി തീരുകയും ചെയ്യുന്ന മഹനീയമായ കാര്യങ്ങളല്ലേ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വാക്കുകളെ ചുരുക്കുകയാണ്. ഈ കേട്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. കണ്ണ് തുറക്കപ്പെട്ടവരും പിന്നീട് പറഞ്ഞ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെട്ടവരും, രണ്ടും ഒരു കാര്യമാണെങ്കിലും വ്യത്യസ്ത ആംഗിളിൽ നിന്നാണ് പറഞ്ഞത്. അതായത് ക്രിസ്തീയ ജീവിതത്തിലേക്കുള്ള പ്രവേശനം, ക്രിസ്തീയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, അഥവാ ദൈവരാജ്യ പ്രവേശനം ലഭിച്ചു കഴിഞ്ഞാൽ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും മാത്രം അന്വേഷിക്കുക. മറ്റൊരു കാര്യത്തിലും നീ ശ്രദ്ധിക്കാൻ പോകരുത്. അങ്ങനെയുള്ള കാര്യങ്ങളുമായി പെന്തക്കോസ്ത് എന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ പാസ്റ്റർമാർ രംഗത്ത് വരും. മറ്റ് പല കാര്യങ്ങളുമായിട്ട്. അതൊക്കെ കേട്ടാൽ അങ്ങമിങ്ങും നോക്കിയാൽ നീ ലക്ഷ്യത്തിൽ എത്തിച്ചേരില്ലെന്നുള്ളത് മുന്നറിയിപ്പ് എന്ന നിലയിൽ ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.